ഹായ് ഓൾ, ലേൺ വോയ്സിന്റെ എല്ലാ ലേണേഴ്സിനും സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ BPSC 108 എന്നുള്ള ടോപ്പിക്കിന്റെ ഒരു ഇൻട്രഡക്ഷൻ നമ്മൾ പറഞ്ഞു. ഏതെല്ലാം ബ്ലോക്കുകളാണ്, ഏതെല്ലാം യൂണിറ്റുകളാണ്, ആ യൂണിറ്റുകളിലൊക്കെ എന്തൊക്കെയാണ് നമുക്ക് പഠിക്കാനുള്ളത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തു. സോ നമ്മൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന യൂണിറ്റ് 1 ആണ്. ദാറ്റ് ഈസ് പബ്ലിക് പോളിസി ഡെഫിനിഷൻസ്, നാച്ചർ, സിഗ്നിഫിക്കൻസ് ആൻഡ് ടൈപ്സ്. പബ്ലിക് പോളിസി എന്ന് പറഞ്ഞാൽ എന്താണ്, അതിന്റെ ഡെഫിനിഷൻസ്, അതിന്റെ നാച്ചർ, അതിന്റെ ഇമ്പോർട്ടൻസ്, അതിന്റെ ടൈപ്സ്, ഇതൊക്കെയാണ് നമ്മൾ ഫസ്റ്റത്തെ യൂണിറ്റിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ഈ ഒരു യൂണിറ്റിലുള്ള ഭയങ്കര സ്ട്രൈക്കിംഗ് ആയിട്ടുള്ള ഒരു കോമന്റ് ആണ്, ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്, പബ്ലിക് പോളിസി ഈസ് എൻ ആർട്ട് ആസ് വെൽ എസ് എ ക്രാഫ്റ്റ്. പബ്ലിക് പോളിസി ഈസ് എൻ ആർട്ട് ആസ് വെൽ എസ് എ ക്രാഫ്റ്റ്. പബ്ലിക് പോളിസി ഒരു ആർട്ടും ആണ്, ഒരു ക്രാഫ്റ്റും ആണ്. എന്താണത്, അങ്ങനെ പറഞ്ഞാൽ എന്താണ് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ആ ഭാഗത്തുന്ന സമയത്ത് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, സോ സ്റ്റേ ട്യൂൺഡ് ഫോർ ദാറ്റ്. സോ നമ്മൾ ഇന്നത്തെ ഈ ഒരു യൂണിറ്റിൽ നമ്മുടെ കണ്ടന്റ് എന്ന് പറയുന്നത്, നമ്മൾ ഫസ്റ്റ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അതിന്റെ ഡെഫിനിഷൻ ആണ്. ദെൻ വി ആർ ഗോയിങ് ടു ഡിസ്കസ് ദ നാച്ചർ ഓഫ് പബ്ലിക് പോളിസി. അത് കഴിഞ്ഞിട്ട് സിഗ്നിഫിക്കൻസ് ഓഫ് പബ്ലിക് പോളിസി. ഈ സിഗ്നിഫിക്കൻസ് നമ്മൾ 4 ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് വൺ തിയററ്റിക്കൽ ആൻഡ് സയന്റിഫിക് റീസൺസ്, സെക്കൻഡ് വൺ പൊളിറ്റിക്കൽ ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് റീസൺസ്, തേർഡ് വൺ റെപ്രസെന്റിംഗ് പവർഫുൾ അപ്രോച്ച് ഫോർ ഇംപ്രൂവിംഗ് ഇക്കണോമിക് ആൻഡ് സോഷ്യൽ സിസ്റ്റം, ആൻഡ് ഫോർത്ത് വൺ എ ടൂൾ ഫോർ ഷേപ്പിംഗ് ഫ്യൂച്ചർ. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ അതിന്റെ പബ്ലിക് പോളിസിയുടെ സിഗ്നിഫിക്കൻസ് ഡിസ്കസ് ചെയ്യുന്നത്. ദെൻ പോളിസി ടൈപ്സ് ആണ്. ദർ ആർ 3 different types of policies: distributive policies, redistributive policies and regulatory policies. Policy issues 3 ഉണ്ട്. Constituent policy issues, conflict policy issues, bargaining policy issues. ഇതൊക്കെ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഇന്നത്തെ യൂണിറ്റും പൂർണ്ണമാകും. ഓക്കെ, സോ നമ്മുടെ BPSC 108 എന്നുള്ള കോഴ്സിലെ ഫസ്റ്റ് യൂണിറ്റിലേക്ക് നമ്മൾ കിടക്കുകയാണ്. അപ്പോ പബ്ലിക് പോളിസി എന്നുള്ളതാണ് നമ്മൾ ഇതിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അല്ലേ. അപ്പൊ എന്താണ് പബ്ലിക് പോളിസി എന്നുള്ളതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യും. അപ്പൊ അതിനു മുമ്പ് എന്നാണ് ഈ പബ്ലിക് പോളിസിയെ കുറിച്ചിട്ടൊക്കെ നമ്മൾ പഠിക്കാൻ തുടങ്ങിയത്? ഇപ്പൊ പബ്ലിക് പോളിസി എന്ന് പറഞ്ഞാൽ രാജാക്കന്മാര് ഭരണം നടത്തുന്ന സമയത്തൊക്കെ പബ്ലിക് പോളിസി ഉണ്ട് അല്ലെ. ഒരു പോളിസി ബേസ് ചെയ്തിട്ടാണ് എല്ലാവരും ഭരണം നടത്തുന്നത്. പക്ഷെ അതൊരു അക്കാദമിക് ഏരിയയിൽ ഒരു പ്രത്യേക ഡിസ്കഷനോ ഒക്കെ അത് സംബന്ധിച്ച് ഡിസ്കഷൻ വന്നത് 1920s 1920-കളിലൊക്കെയാണ് പബ്ലിക് പോളിസി ഒരു ചർച്ചാ വിഷയമായി മാറിയത്. അതിപ്പോഴും ഒരു ഇൻഡിപെൻഡന്റ് അക്കാഡമിക് ഏരിയ അല്ല, അക്കാഡമിക് ഡിസിപ്ലിൻ അല്ല. അപ്പൊ നമ്മുടെ ഇക്കണോമിക്സ് പോലെ അല്ലെ പൊളിറ്റിക്കൽ സയന്റിസ്റ്റ് പോലെ ഹിസ്റ്ററി പോലെ പബ്ലിക് പോളിസി എന്ന് പറഞ്ഞിട്ട് ഒരു വിഷയമില്ലല്ലോ. അങ്ങനെ ഒരു ഇൻഡിപെൻഡന്റ് അക്കാഡമിക് ഡിസിപ്ലിൻ ആയിട്ട് ഇന്നും അത് എന്ത് ചെയ്തിട്ടില്ല, പരിണമിച്ചിട്ടില്ല. ഓക്കെ, പക്ഷെ അത് വളരെ അതിന്റെ ഒരു അക്കാഡമിക് ഇമ്പോർട്ടൻസ് കൂടുന്നത് 1950s 1951 ഹരോൾഡ് ലാസ്വെൽ എന്നുള്ള ഒരു സ്കോളർ എന്ത് ചെയ്തു, പോളിസി സയൻസ് എന്ന് പറയുന്ന ഒരു സംഗതി അദ്ദേഹം പ്രൊപ്പൗണ്ട് ചെയ്തു. അപ്പൊ അതിനുശേഷമാണ് പബ്ലിക് പോളിസിക്ക് ഇത്ര ഇമ്പോർട്ടൻസ് ലഭിച്ചു തുടങ്ങിയത്. ഓക്കെ, അപ്പൊ മാത്രമല്ല പബ്ലിക് പോളിസിയുടെ ഒരു പ്രത്യേകത എന്താന്ന് വെച്ചാൽ ഇത് ഭയങ്കര ഇന്റർ ഡിസിപ്ലിനറി ആണ്. കാരണം പൊളിറ്റിക്കൽ സയൻസിൽ നമ്മൾ പബ്ലിക് പോളിസി ഡിസ്കസ് ചെയ്യും. ഇക്കണോമിക്സിൽ എത്തിയാൽ ഇപ്പൊ ഇക്കണോമിക്സിൽ ബജറ്റ് ഡിസ്കസ് ചെയ്യുന്ന സമയത്ത്, അതുപോലെ വെൽഫെയർ ആക്ടിവിറ്റീസ്, ഇക്കണോമിക് വെൽഫെയർ ആക്ടിവിറ്റീസ് ഡിസ്കസ് ചെയ്യുന്ന സമയത്തൊക്കെ നമ്മൾ പബ്ലിക് പോളിസി ഡിസ്കസ് ചെയ്യും. അപ്പൊ പബ്ലിക് പോളിസിക്ക് പൊളിറ്റിക്കൽ സയൻസിനായിട്ട് ബന്ധമുണ്ട്, ഇക്കണോമിക്സിനായിട്ട് ബന്ധമുണ്ട്, അതുപോലെ തന്നെ ബിസിനസ് മാനേജ്മെന്റിനായിട്ട് ബന്ധമുണ്ട്, പബ്ലിക് അഡ്മിനിസ്ട്രേഷനായിട്ടൊക്കെ ബന്ധമുണ്ട്. അപ്പൊ ഇതൊരു ഇന്റർ ഡിസിപ്ലിനറി ഫീൽഡാണ് നമ്മുടെ പബ്ലിക് പോളിസി എന്ന് പറയുന്നത്. ഇനി നമ്മൾ പബ്ലിക് പോളിസിയുടെ ഡെഫിനിഷനിലേക്ക് കിടക്കുകയാണ്. ഡെഫിനിഷൻ ഓഫ് പബ്ലിക് പോളിസി. നമുക്കറിയാം 2 വേർഡ്സ് ആണ് പബ്ലിക് പോളിസിയിലുള്ളത് അല്ലെ. 2 വേർഡ്സ് അല്ലേ, പബ്ലിക് എന്നുള്ള ഒരു വേർഡും പോളിസി എന്നുള്ള വേർഡും. അപ്പൊ നമ്മൾ ഇതിനെ രണ്ടിനെയും എന്താണ് പബ്ലിക് എന്താണ് പോളിസി എന്നുള്ളതിനെ ആദ്യം സെപ്പറേറ്റ് നോക്കുകയാണ്. എന്നിട്ട് പബ്ലിക് പോളിസിയുടെ ഡെഫിനിഷൻ നമ്മൾ പറയും. സോ പബ്ലിക് പോളിസി ഈസ് ഈക്വൽ ടു പബ്ലിക് പ്ലസ് പോളിസി. പബ്ലിക് എന്ന് പറഞ്ഞാൽ എന്താണ്? വെരി സിമ്പിൾ അല്ലെ. നമുക്കറിയാം പബ്ലിക് എന്ന് പറഞ്ഞാൽ പ്രൈവറ്റിനോട് എതിര്, ഇൻഡിവിജ്വലിനോട് എതിര്, അതായത് പൊതുവായിട്ടുള്ള പബ്ലിക് ഓണർഷിപ്പിനുള്ള, പബ്ലിക് ഇൻട്രസ്റ്റ്, പൊതു താല്പര്യാർത്ഥം അല്ലെ പബ്ലിക് റെഗുലേഷൻ എന്നൊക്കെ പറയുന്ന പോലെ പ്രൈവറ്റിനോട് ഓപ്പോസിറ്റ് ആയിട്ടുള്ള വേർഡാണ് പബ്ലിക് എന്ന് പറഞ്ഞാൽ. അതായത്
ഗവൺമെന്റ് നടപ്പാക്കുന്ന പൊതുജനങ്ങളെ ബാധിക്കുന്ന പ്രശ്നങ്ങൾ, അതുപോലെ അവരുടെ താല്പര്യങ്ങൾ, അവർക്ക് വേണ്ടിയുള്ള നിയമങ്ങൾ, ഇതിനൊക്കെയാണ് നമ്മൾ പബ്ലിക് എന്നുള്ള വേർഡ് യൂസ് ചെയ്യാറുള്ളത്. പോളിസി എന്ന് പറഞ്ഞാലോ അത് ഗൈഡൻസ് ഫോർ ആക്ഷൻ ആണ്. പോളിസി എന്ന് പറഞ്ഞാൽ ഒരു സംഗതി ചെയ്യാനുള്ള, ഒരു ആക്ഷൻ ചെയ്യാനുള്ള ഗൈഡൻസിനാണ് നമ്മൾ പോളിസി എന്ന് പറയുക. ഇപ്പോ ഇന്ത്യയിലുള്ള എല്ലാവരുടെയും വിദ്യാഭ്യാസ നിലവാരം മെച്ചപ്പെടുത്തണം. അപ്പൊ ആ മെച്ചപ്പെടുത്താനുള്ള പ്രവർത്തനങ്ങൾ ചെയ്യാനുണ്ട്. അത് ചെയ്യാൻ ഒരു ഗൈഡൻസ്, ഒരു മാർഗനിർദ്ദേശം വേണം. അത് എങ്ങനെ ചെയ്യണം, ഏത് തലത്തിൽ, ആദ്യം ഏത് സംസ്ഥാനത്ത് നടപ്പിലാക്കണം, അത് എത്ര സ്റ്റേജുകളിലായി നടപ്പിലാക്കണം, ഇങ്ങനെയുള്ള ഗൈഡൻസ് ഒക്കെ ലഭിക്കുക പോളിസികളിലൂടെയാണ്. അപ്പൊ ഇതാണ് പോളിസി എന്ന് പറഞ്ഞാൽ. അത് ചിലപ്പോൾ നിയമങ്ങളാകാം. ഓക്കെ, ഇപ്പോ സൊസൈറ്റിയിലുള്ള സ്പെഷ്യൽ ഗ്രൂപ്പ് ഓഫ് ആളുകൾ, ഇപ്പോ ഡിസേബിൾഡ് ആയിട്ടുള്ള ആളുകൾ, അല്ലെങ്കിൽ ഡിഫറെന്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള ആളുകൾ, അവർക്ക് പിന്നെ എന്ത് ചെയ്യുക, അവർക്ക് വേണ്ട നിയമങ്ങൾ, അവരെ പ്രൊമോട്ട് ചെയ്യാനുള്ള, അവരെ എംപവർ ചെയ്യാനുള്ള നിയമങ്ങൾ കൊണ്ടുവരാൻ വേണ്ടി ചിലപ്പോൾ നിയമങ്ങൾ ഉണ്ടാക്കും. അപ്പൊ പബ്ലിക് പോളിസി എന്നുള്ളത് നിയമങ്ങളാകാം, അല്ലെങ്കിൽ അതോറിറ്റേറ്റീവ് ഡിസിഷൻസ് ആവാം, ഗവൺമെന്റ്സ് എടുക്കുന്ന ഡിസിഷൻസ് ആവാം. ഗവൺമെന്റിന്റെ പ്രവർത്തനങ്ങളൊക്കെ ഈ പോളിസിയുടെ ഭാഗമായിട്ട് വരും. ഓക്കെ, ദെൻ പല സ്കോളേഴ്സും പല പൊളിറ്റിക്കൽ സയന്റിസ്റ്റുകളും നമ്മുടെ ഈ പബ്ലിക് പോളിസിയെ ഡിഫറെന്റ് ആയിട്ട് അവര് ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. അവര് പലരും പല ഡെഫിനിഷൻസ് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ജസ്റ്റ് വീഡിയോ ഒന്ന് പോസ് ചെയ്തിട്ട് ഈ ഡെഫിനിഷൻസ് ഒക്കെ ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുക. പിന്നെ നമ്മുടെ പുസ്തകത്തിൽ അത് ക്ലിയർലി സ്റ്റേറ്റ് ചെയ്യുന്നുണ്ട്. ഓരോ ആളുകളുടെ, ഓരോ സ്കോളേഴ്സിന്റെയും ഡെഫിനിഷൻസ് പറയുന്നുണ്ട്. അപ്പോൾ ഇതിൽ ഒന്നോ രണ്ടോ ഡെഫിനിഷനെങ്കിലും നിങ്ങൾ ജസ്റ്റ് ഒന്ന് പഠിച്ചു നോക്കുക. എല്ലാം പഠിക്കേണ്ട ആവശ്യമില്ല. അതെന്തിനാന്ന് വെച്ചാൽ നമ്മളിപ്പോ എക്സാമിനൊക്കെ ഈ യൂണിറ്റിൽ നിന്നൊക്കെ ക്വസ്റ്റ്യൻ വരുന്ന സമയത്ത്, നമുക്ക് ഇൻട്രൊഡക്ഷൻ ഒക്കെ എഴുതുന്ന സമയത്ത് നമ്മൾ ഈ ഡെഫിനിഷൻ ഒക്കെ കൊടുത്തിട്ട് എഴുതുന്ന സമയത്ത് ഒന്നും കൂടെ ഭംഗി കിട്ടും. ഓക്കെ, നമ്മുടെ പേപ്പർ വാല്യുവേറ്റ് ചെയ്യുന്ന ആളിൽ അതൊരു ഇംപ്രഷൻ ഉണ്ടാക്കും. ഞാൻ ജസ്റ്റ് ഇവിടെ തോമസ് ഡൈയുടെ ഒരു ഡെഫിനിഷൻ വായിക്കാണ്. വാട്ട് ഗവൺമെന്റ് ചൂസ് ടു ഡു ഓർ നോട്ട് ടു ഡു. അപ്പോ തോമസ് ഡൈയുടെ അഭിപ്രായത്തിൽ പബ്ലിക് പോളിസി എന്ന് പറഞ്ഞാൽ ഗവൺമെന്റ് ചെയ്യാൻ കരുതുന്ന കാര്യങ്ങൾക്കും ചെയ്യാൻ കരുതാത്ത കാര്യങ്ങൾക്കുമാണ് പബ്ലിക് പോളിസി എന്ന് പറയുന്നതാണ് തോമസ് ഡൈ സിമ്പിൾ ആയിട്ട് എന്ത് ചെയ്യുന്നത്, ഡിഫൈൻ ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ഈ ഡെഫിനിഷൻ ഓഫ് പബ്ലിക് പോളിസി എന്നുള്ള ഈ ഒരു ഭാഗത്ത് നമ്മൾ ഡിസ്കസ് ചെയ്ത് എന്താന്ന് വെച്ചാൽ, സോ വാട്ട് ഈസ് പബ്ലിക് പോളിസി എന്നുള്ളതാണ്. സോ പബ്ലിക് പോളിസി ഈസ് എ പർപ്പസീവ് ആക്ഷൻ ടേക്കൺ ബൈ ഗവൺമെന്റ്സ് ടു അച്ചീവ് പബ്ലിക് ഗോൾ. പൊതു താല്പര്യങ്ങൾ അല്ലെങ്കിൽ പൊതു ലക്ഷ്യങ്ങൾ, ജനങ്ങളെ മൊത്തം ബാധിക്കുന്ന ചില ലക്ഷ്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ആ ലക്ഷ്യങ്ങൾ സാക്ഷാത്കരിക്കാൻ വേണ്ടിയിട്ട് ഗവൺമെന്റ്സ് എടുക്കുന്ന ആക്ഷൻസിനാണ്, അവരുടെ ഗവൺമെന്റിന്റെ പ്രവർത്തനങ്ങൾക്കാണ് നമ്മൾ എന്തെന്ന് പറയാം, പബ്ലിക് പോളിസി എന്ന് പറയാം. ഓക്കെ, പബ്ലിക് പോളിസി ഫോർമുലേറ്റ് ചെയ്യുക ഗവൺമെന്റ് ബോഡീസ് ആണ്. പബ്ലിക് പോളിസികൾ ഉണ്ടാക്കുക ആരാണ്? ഗവൺമെന്റ് ബോഡീസ് ആണ്. ഗവൺമെന്റ് ആണ് ഉണ്ടാക്കുക. അത് ഇംപ്ലിമെന്റ് ചെയ്യുന്നത് ചിലപ്പോൾ ഗവൺമെന്റും ആവാം, നോൺ ഗവൺമെന്റൽ ബോഡീസും ആകാം. ഓക്കെ, അപ്പൊ നമ്മൾ ആ ഒരു ഭാഗം ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഡെഫിനിഷൻ ഓഫ് പബ്ലിക് പോളിസി എന്നുള്ളത് നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, അപ്പൊ എന്താണ് ഡെഫിനിഷൻ? വാട്ട് ഈസ് ദ ഡെഫിനിഷൻ ഓഫ് പബ്ലിക് പോളിസി? Public policy is a purposive action taken by governments to achieve public goals. Okay, public policy is a purposive action taken by governments to achieve public goals. Then nature of public policy ആണ്. പബ്ലിക് പോളിസിയുടെ നാച്ചർ, അതിന്റെ രീതി എന്താണ് എന്നുള്ളതാണ് ഈ ഭാഗത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇപ്പൊ പബ്ലിക് പോളിസി നമുക്കറിയാം പല രീതിയിൽ വരാം. അത് ചിലപ്പോൾ ജനറൽ ആയിരിക്കും, ചിലപ്പോൾ അത് സ്പെസിഫിക് ആയിരിക്കും. ജനറൽ എന്ന് വെച്ചാൽ ഏതെങ്കിലും മൊത്തത്തിൽ എല്ലാ ജനങ്ങളെയും ബാധിക്കുന്ന ഒരു പോളിസി ആയിരിക്കും, അല്ലെങ്കിൽ അതൊരു വളരെ സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിളിനെ മാത്രം ബാധിക്കുന്നതായിരിക്കും. ഇപ്പൊ ഉദാഹരണത്തിന് ഫാമേഴ്സിന്റെ വെൽബീയിങ്ങിന് വേണ്ടി, കർഷകരുടെ ഉന്നമനത്തിന് വേണ്ടി ഗവൺമെന്റ് ഒരു സ്പെഷ്യൽ പോളിസി കൊണ്ടുവരികയാണ്. അപ്പൊ അത് അവരെ മാത്രം ബാധിക്കുന്നതാണ്, അതൊരു സ്പെസിഫിക് പോളിസിയാണ്. ഓക്കെ, ഇതുപോലെ പബ്ലിക് പോളിസി ബ്രോഡ് ആവാം, അതിന്റെ നാച്ചർ ബ്രോഡ് ആവാം, അത് നാരോ ആവാം, സിമ്പിൾ ആവാം. ചിലപ്പോൾ ഭയങ്കര സിമ്പിൾ ആയിരിക്കും, ചിലപ്പോൾ അത് കോംപ്ലക്സ് ആയിരിക്കും, റിട്ടൺ ആയിരിക്കും, അൺറിട്ടൺ ആയിരിക്കും. അപ്പൊ ഇങ്ങനെയൊക്കെ പബ്ലിക് പോളിസികൾ വരാം. ഓക്കെ, നമ്മൾ തുടക്കത്തിൽ പറഞ്ഞിരുന്നു പബ്ലിക് പോളിസി is an art as well as a craft. Public policy is an art as well as a craft. എന്താണെന്ന് പറഞ്ഞാൽ പബ്ലിക് പോളിസി ആർട്ടും ആണ് ക്രാഫ്റ്റും ആണ്. പബ്ലിക് പോളിസി എങ്ങനെയാണ് ആർട്ട് ആകുന്നത് എന്ന് വെച്ചാൽ, ആർട്ട് എന്ന് വെച്ചാൽ കലയിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒന്നാണ് ക്രിയേറ്റിവിറ്റി. ഓക്കെ, ക്രിയേറ്റിവിറ്റി. അപ്പൊ പബ്ലിക് പോളിസിയെ സംബന്ധിച്ചിടത്തോളം സൊസൈറ്റൽ പ്രോബ്ലംസ്, സമൂഹത്തിലുള്ള പ്രോബ്ലംസ് എന്തൊക്കെയാണ് എന്ന് മനസ്സിലാക്കണമെങ്കിൽ ക്രിയേറ്റിവിറ്റി വളരെ ഇമ്പോർട്ടന്റ് ആണ്.
എന്തെല്ലാമാണ് പ്രോബ്ലംസ് എന്ന് മനസ്സിലാക്കിയിട്ട് ആ പ്രോബ്ലംസിന് വേണ്ട സൊല്യൂഷൻസ് കണ്ടെത്തിയിട്ട് ഈ ഒരു സ്പെസിഫിക് പ്രോബ്ലത്തിന് ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള സൊല്യൂഷൻ ഏതാണോ അത് കണ്ടെത്തുന്നതിൽ ഭയങ്കര ക്രിയേറ്റിവിറ്റി ആവശ്യമുണ്ട്. അതുകൊണ്ടാണ് പബ്ലിക് പോളിസി ഈസ് എൻ ആർട്ട് എന്ന് പറയുന്നത്. പിന്നെ അതൊരു ക്രാഫ്റ്റ് ആണ്. ക്രാഫ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇവിടെ മീനിങ് ക്രിയേറ്റ് ചെയ്യാം. അപ്പൊ എന്തെങ്കിലുമൊക്കെ ഒരു സംഗതി ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതിനാണ് ക്രാഫ്റ്റ് എന്ന് പറയാം. അപ്പോ നമുക്ക് ഈ പബ്ലിക് പോളിസി ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് ഒരുപാട് വി നീഡ് റിക്വയർസ് നോളജ് ഓഫ് സോഷ്യൽ സയൻസസ്, പബ്ലിക് സിസ്റ്റംസ് ആൻഡ് ടൂൾസ് ഓഫ് ഗവേണൻസ്. അപ്പൊ ഇതിന്നൊക്കെ കിട്ടുന്ന നമുക്ക് വിവരങ്ങൾ, ഇപ്പോ ഇക്കണോമിക്സ് റിലേറ്റഡ് ആയിട്ടുള്ള വിവരങ്ങൾ നമുക്ക് ലഭിക്കേണ്ടി വരും. പൊളിറ്റിക്കൽ സയന്റിസ്റ്റ് റിലേറ്റഡ് ആയിട്ടുള്ള പിന്നെ ഇൻഫർമേഷൻസ് നമുക്ക് ലഭിക്കേണ്ടി വരും. ഈ ഇൻഫർമേഷൻസ് എല്ലാം കൂടെ ഒരുമിച്ച് ചേർത്തിട്ടാണ് ഒരു പബ്ലിക് പോളിസി എന്ത് ചെയ്യുക, ക്രിയേറ്റ് ചെയ്യുക. അപ്പൊ ഒരു ക്രാഫ്റ്റ് വർക്കും കൂടെ നടക്കുന്നുണ്ട്. So that is why we are saying that public policy is an art as well as a craft. Okay. Then next, public policy ചിലപ്പോൾ ഫോർമൽ ആവാം, ഔദ്യോഗികമാവാം, ചിലപ്പോൾ അത് ഇൻഫോർമൽ ആവാം. ഇൻഫോർമൽ ആവാന്ന് വെച്ചാൽ ഇപ്പോ ഏതെങ്കിലുമൊക്കെ ഒരു മന്ത്രിയോ മിനിസ്റ്ററോ അല്ലെങ്കിൽ ചീഫ് മിനിസ്റ്ററോ ഒക്കെ എന്ത് ചെയ്യുക, ജസ്റ്റ് ഒരു പോളിസിയുടെ ഭാഗമായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ഒരു കമന്റ് പറയാം. ഓക്കെ. ഇപ്പോ പിന്നെ മീഡിയക്കാരുടെ മുമ്പിലോ അല്ലെങ്കിൽ വാർത്താ സമ്മേളനങ്ങളൊക്കെ നടക്കുന്ന സമയത്ത് ജസ്റ്റ് ഒരു കമന്റ് പറയാം ഇപ്പൊ പോളിസിയുടെ ഭാഗമായിട്ട്. പക്ഷെ അതങ്ങനെ ഒഫീഷ്യലി റെക്കോർഡുകളിലൊന്നും എഴുതി വെക്കപ്പെട്ടൊന്നും ഉണ്ടാവില്ല. അപ്പൊ അങ്ങനെയാവാം. ചിലപ്പോൾ അത് നിയമം മൂലം അല്ലെങ്കിൽ പാർലമെന്റിലൊക്കെ പാസ്സാക്കിയതൊക്കെ ആവാം. അപ്പൊ ഇങ്ങനെ രണ്ട് രീതിയിൽ എന്ത് വരാം, പബ്ലിക് പോളിസി വരാം. ഫോർമലും ആവാം, വാഗ്യൂ ഓർ ഇൻകോൺസിസ്റ്റന്റ്. വാഗ്യൂ എന്ന് വെച്ചാൽ അൺക്ലിയർ, ക്ലിയർ അല്ലാത്തതും ആകാം. അതായത് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, അതായത് ഡോക്യുമെന്റ്സിലൊന്നും ഒഫീഷ്യൽ രേഖകളിലൊന്നും അല്ലാതെ അത് ആ ഒരു പാർട്ടിയുടെ പോളിസിയുടെ ഭാഗമായിട്ടോ അല്ലെങ്കിൽ ആ ഒരു സ്പെസിഫിക് ക്യാബിനറ്റിന്റെ പോളിസിയുടെ ഭാഗമായിട്ടോ ഒക്കെ വരുന്ന പബ്ലിക് പോളിസികൾ ഉണ്ടാവും. ഓക്കെ. അതുപോലെ തന്നെ ചില പോളിസികൾ രൂപീകരിക്കുന്നത് ജുഡീഷ്യറി ആയിരിക്കും, ജുഡീഷ്യൽ ജഡ്ജ്മെന്റിലൂടെ ആയിരിക്കും. ഇപ്പോ നമ്മുടെ സുപ്രീം കോടതിയിലെ ചീഫ് ജസ്റ്റിസ് ഒരു ജഡ്ജ്മെന്റ് ഇറക്കുന്നു. ആ ജഡ്ജ്മെന്റ് എന്നുള്ളത് മൊത്തത്തിൽ എൻറ്റയർ കൺട്രിയുടെ ഒരു പബ്ലിക് പോളിസി രൂപീകരിക്കുന്നതിലേക്കൊക്കെ ചിലപ്പോൾ ഒന്ന് ചേരാറുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു ഇമ്പോർട്ടന്റ് സംഗതിയാണ്, ചില സമയത്ത് ഇറ്റ് ഈസ് പോസിബിൾ ടു ഹാവ് ആൻ ആക്ഷൻ വിത്തൗട്ട് പോളിസി ആൻഡ് എ പോളിസി വിത്തൗട്ട് ആക്ഷൻ. ചില സമയത്ത് ഇപ്പോ എന്തെങ്കിലും അർജന്റ് ആയിട്ട് ഒരു തീരുമാനമൊക്കെ ഡിസിഷൻ ഒക്കെ എടുക്കുന്ന സമയത്ത് ഗവൺമെന്റുകൾ ഒരു സ്പെഷ്യൽ പോളിസിയുടെ ഒന്നും ഭാഗമായിട്ടല്ലാതെ ചിലപ്പോൾ ആക്ഷൻസ് പ്രവർത്തിക്കും. അതുപോലെ തന്നെ ചില പോളിസി ക്രിയേറ്റ് ചെയ്യും, പക്ഷെ ആക്ഷൻ ഒന്നും ഉണ്ടാവില്ല. അപ്പോ ഇറ്റ് ഈസ് പോസിബിൾ ടു ഹാവ് ആൻ ആക്ഷൻ വിത്തൗട്ട് പോളിസി ആൻഡ് എ പോളിസി വിത്തൗട്ട് ആക്ഷൻ. ഓക്കെ. ഇപ്പൊ പോളിസി ഉണ്ടാവും, ഒരു കറക്റ്റ് പോളിസി ഒക്കെ സെറ്റ് ആയിട്ട് പോളിസി ഒക്കെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അപ്പൊ എങ്ങനെ ചെയ്യണം, ഇപ്പൊ ഒരു നമ്മൾ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ തന്നെ എടുക്കാം. അപ്പൊ ഇന്ത്യയിലുള്ള ആളുകളുടെ എഡ്യൂക്കേഷൻ നിലവാരം മെച്ചപ്പെടുത്തണം. അപ്പൊ അതിനുള്ള പോളിസിയാ ആദ്യം ഇന്ന സ്റ്റേജ് 1 ഇങ്ങനെയൊക്കെ ചെയ്യണം, സ്റ്റേജ് 2 ഇങ്ങനെയൊക്കെ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് എല്ലാം ക്ലിയർലി സ്റ്റേറ്റ് ചെയ്തിട്ടുണ്ടാവും, പക്ഷെ ഒന്നും ചെയ്തിട്ടുണ്ടാവില്ല. ഓക്കെ. അപ്പൊ ഇങ്ങനെ പോളിസി ഒക്കെ ക്രിയേറ്റ് ചെയ്തിട്ട് ആക്ഷൻ ഇല്ലാണ്ടിരിക്കും ചെയ്യാം. നീ ആക്ഷൻ ഉണ്ടാവും, എല്ലാം ചെയ്യുന്നുണ്ടാവും, പക്ഷെ അതിന്റെ പിന്നിൽ ഒരു പോളിസി ഒന്നും ഉണ്ടാവില്ല. അങ്ങനെയും ഉണ്ടാകാറുണ്ട്. ഓക്കെ. പിന്നെ അതുപോലെ തന്നെ ചില സമയങ്ങളിൽ ചില പോളിസികളുടെ സ്കോപ്പ് എന്നുള്ളത് നാരോ ഫോക്കസ് ആയിരിക്കും. നാരോ ഫോക്കസ് എന്ന് വെച്ചാൽ വളരെ സ്പെസിഫിക് ആക്ടിവിറ്റീസ്. ഇപ്പൊ ഫാമിലി പ്ലാനിങ് എന്നുള്ളത് ആ ഫാമിലി പ്ലാനിങ് എന്നുള്ള ആ ഒരു കോൺസെപ്റ്റിൽ മാത്രമാണ് എന്ത് ചെയ്യുന്നത്, ഒതുങ്ങിക്കൂടുന്നത്. ഓക്കെ. വേറെ ഒന്നിലേക്കും അത് വൈഡായി പോകുന്നില്ല. ഇങ്ങനെയുള്ള വളരെ നാരോ ആയിട്ടുള്ള ഫോക്കസ് ചില പബ്ലിക് പോളിസികൾക്ക് ഉണ്ടാവാം. ചിലത് വൈഡർ സ്കോപ്പ് ആയിരിക്കും. ഇപ്പോ ഫ്ലഡ് റിലീഫ്, അതായത് മൊത്തം രാജ്യങ്ങളെയും മൊത്തം സംസ്ഥാനങ്ങളെയും ഒക്കെ കവർ ചെയ്യുന്ന രീതിയിലുള്ള ചില ഉണ്ടാകാം. ഓക്കെ. ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ തന്നെ എടുക്കാം. ഇപ്പൊ ഫാമേഴ്സിന് വേണ്ടിയിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ ഒരു രീതിയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു ബീഹാർ സംസ്ഥാനത്തിലുള്ള ഫാമേഴ്സിന് വേണ്ടിയിട്ടുള്ള ഒരു പോളിസി രൂപീകരിക്കുകയാണ്. അപ്പൊ അത് ഭയങ്കര നാരോ ആണ്. ഓക്കെ. നാരോ ഫോക്കസ് ആണ്. അതേസമയം എൻറ്റയർ കൺട്രിയിലുള്ള രാജ്യത്തുള്ള എല്ലാ ഫാമേഴ്സിന്റെയും ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ ഒരു പദ്ധതി പോളിസി രൂപീകരിക്കുകയാണ്. അപ്പൊ അതൊന്നും കൂടെ വൈഡർ സ്കോപ്പ് ആയി. അപ്പൊ പബ്ലിക് പോളിസിയുടെ നേച്ചർ അത് ചിലപ്പോൾ നാരോ ഫോക്കസ് ആകാം, ചിലപ്പോൾ അത് എന്ത് ചെയ്യാം, വൈഡർ ഫോക്കസ് ആവാം. പിന്നെ അതുപോലെ തന്നെ ഇതിന്റെ ലെവൽസ്, ചിലപ്പോൾ സെൻട്രൽ ഗവൺമെന്റ് രൂപീകരിച്ച പബ്ലിക് പോളിസികൾ ഉണ്ടാവും, ചിലപ്പോൾ സ്റ്റേറ്റ് ഗവൺമെന്റ് ആയിരിക്കും, ചിലപ്പോൾ ലോക്കൽ ഗവൺമെന്റുകളായിരിക്കും, പഞ്ചായത്തുകളോ മുനിസിപ്പാലിറ്റികളോ ഒക്കെ രൂപീകരിച്ച പോളിസികളും ആവാം. ഇങ്ങനെയൊക്കെ ഇതിന്റെ നേച്ചർ വരും. നാച്ചർ ഓഫ് പബ്ലിക് പോളിസി
അത് എങ്ങനെയൊക്കെ പബ്ലിക് പോളിസി വരാം എന്നുള്ളതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. മെഗാ പോളിസീസ് എന്നുള്ള ടേം ഉണ്ട്. 1968 ഡ്രോർ എന്നുള്ള ഒരു പൊളിറ്റിക്കൽ സയന്റിസ്റ്റ് ആണ് മെഗാ പോളിസീസ് എന്നുള്ള ടേം പ്രൊപ്പൗണ്ട് ചെയ്തത്. അപ്പൊ ഇതെന്താന്ന് വെച്ചാൽ ബ്രോഡ് മാസ്റ്റർ ലെവൽ പോളിസീസ് ദാറ്റ് ഗൈഡ് സെവറൽ സ്മോളർ ഓർ സ്പെസിഫിക് പോളിസീസ്. ഒരു ഇക്കണോമിക് ഗ്രോത്ത് ഇപ്പൊ രാജ്യത്ത് ഇക്കണോമിക് ഗ്രോത്ത് ഉണ്ടാവണം, സാമ്പത്തിക വളർച്ച ഉണ്ടാകണം, അതൊരു മെഗാ പോളിസിയാണ്. അപ്പൊ ഈ ഇക്കണോമിക് ഗ്രോത്ത് ഉണ്ടാവണമെങ്കിൽ അതിന്റെ കീഴിൽ കുറെ ചെറു പോളിസികൾ ഉണ്ടാവും, സ്മോൾ പോളിസീസ് ഉണ്ടാവും. അപ്പൊ ഇങ്ങനെ വലിയ മെഗാ പോളിസികൾക്കാണ് മെഗാ പോളിസീസ് എന്നുള്ള ഒരു ടേം എന്ത് ചെയ്തത് ഡ്രോർ പ്രൊപ്പൗണ്ട് ചെയ്തത്. അപ്പോ ഈ മെഗാ പോളിസിക്ക് മറ്റൊരു ഉദാഹരണമാണ് എൻവയോൺമെന്റൽ സസ്റ്റൈനബിലിറ്റി. അപ്പൊ എൻവയോൺമെന്റൽ സസ്റ്റൈനബിലിറ്റിക്ക് അതിന്റെ കീഴിൽ ആ ഒരു മെഗാ പോളിസിക്ക് കീഴിൽ വേറെ കുറെ സ്മോൾ പോളിസീസ് ഉണ്ടാകും. ഓക്കെ, അപ്പോ ഇതാണ് നേച്ചർ ഓഫ് പബ്ലിക് പോളിസി എന്നുള്ളത്. അതുപോലെ തന്നെ ചില സമയങ്ങളിൽ പബ്ലിക് പോളിസി പോസിറ്റീവ് ആകാം, ചിലപ്പോൾ അത് നെഗറ്റീവ് ആകാം. എന്താണ് പബ്ലിക് പോളിസി പോസിറ്റീവ് ആവുക നെഗറ്റീവ് ആവുക എന്ന് വെച്ചാല്, അതായത് പോസിറ്റീവ് ആവുക എന്ന് വെച്ചാൽ ഗവൺമെന്റ് ആക്ട്സ് ഡയറക്ട്ലി ടു സോൾവ് പ്രോബ്ലം. ആ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടിയിട്ട് ഗവൺമെന്റ് എന്ത് ചെയ്യും, അതിൽ പ്രവർത്തിക്കും, എന്തെങ്കിലും ഒരു ആക്ഷൻ അവിടെ ചെയ്യുന്നുണ്ടാവും, അപ്പൊ അത് പോസിറ്റീവ്. ഒരു ആക്ഷനും ചെയ്യാതിരിക്കലായിരിക്കും ചിലപ്പോൾ പോളിസിയുടെ ഭാഗമായിട്ട് ഗവൺമെന്റ് ചെയ്യുക, അപ്പൊ അത് നെഗറ്റീവ് പോളിസി. നെഗറ്റീവ് പോളിസി എന്ന് വെച്ചാല് നെഗറ്റീവായിട്ട് എന്തെങ്കിലും ചെയ്യാന്നല്ല അതിന്റെ മീനിങ്. നെഗറ്റീവ് പോളിസി എന്ന് പറഞ്ഞാല് ഒന്നും ചെയ്യാണ്ടിരിക്കുക, പോളിസിയുടെ ഭാഗമായിട്ട് ഗവൺമെന്റ് പോളിസിയുടെ ഭാഗമായിട്ട് ചിലപ്പോ ഒന്നും ചെയ്യാതിരിക്കും ഗവൺമെന്റ്. ഓക്കെ, അതിനാണ് നെഗറ്റീവ് പോളിസി എന്ന് പറയാം. അതുപോലെ തന്നെ ഈ പോളിസിയുടെ ഒരു നേച്ചർ, പബ്ലിക് പോളിസിയുടെ നേച്ചർ, ഇത് കൊയേസീവ് നേച്ചർ ആണ്. കൊയേഷൻ ഉണ്ടാവും, ഒതോറിറ്റേറ്റീവ് നേച്ചർ ആണ്, അതായത് ചെയ്യല് നിർബന്ധമാണ്, അത് നിയമം മൂലം എന്ത് ചെയ്ത് സ്ഥിരീകരിക്കപ്പെട്ട ഒരു സംഗതി ആയിരിക്കും പബ്ലിക് പോളിസി എന്നുള്ളത്. അപ്പൊ അത് ഗവൺമെന്റ് പറഞ്ഞാൽ അത് ചെയ്യാന്നുള്ളത് ആ രാജ്യത്തുള്ള എല്ലാ സിറ്റിസൺസിനും എന്തായിരിക്കും, അവരെല്ലാം ബൈൻഡിങ് ആയിരിക്കും, അവർക്ക് എല്ലാവർക്കും അത് ഇമ്പോർട്ടന്റ് ആയിരിക്കും. അത് ചെയ്യല് അവരെ സംബന്ധിച്ചിടത്തോളം കമ്പൽഡ് ആണ്, അവർക്ക് അത് ചെയ്യല്ലാണ്ട് നിർവാഹമില്ല. അപ്പോൾ പബ്ലിക് പോളിസി കൊയേഷൻ ആണ്, അത് ഒരു കമ്പൽഷൻ, നേച്ചർ ഓഫ് കമ്പൽഷൻ അതിലുണ്ട് എന്നുള്ളതാണ്. അപ്പൊ ഇതൊക്കെയാണ് നേച്ചർ ഓഫ് പബ്ലിക് പോളിസി എന്നുള്ളതിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. സോ ദെൻ വി ആർ മൂവിങ് ടു സിഗ്നിഫിക്കൻസ് ആൻഡ് റോൾ ഓഫ് പബ്ലിക് പോളിസി. എന്താണ് ഈ പബ്ലിക് പോളിസിയുടെ സിഗ്നിഫിക്കൻസ്, എന്താണ് ഇതിന്റെ ഇമ്പോർട്ടൻസ് എന്നുള്ളതാണ് ഈ ഒരു ഭാഗത്ത് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഓക്കെ, അപ്പൊ നമ്മൾ നേരത്തെ ഇൻട്രൊഡക്ഷനിലൊക്കെ പറഞ്ഞ പോലെ 4 രീതിയിൽ കാറ്റഗറൈസ് ചെയ്തിട്ടാണ് നമ്മൾ ഇതിന്റെ സിഗ്നിഫിക്കൻസ് ഡിസ്കസ് ചെയ്യുന്നത്. തിയററ്റിക്കൽ ആൻഡ് സയന്റിഫിക് റീസൺസ്, പൊളിറ്റിക്കൽ ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് റീസൺസ്, പവർഫുൾ അപ്രോച്ച് ഫോർ ഇംപ്രൂവിംഗ് ഇക്കണോമിക് ആൻഡ് സോഷ്യൽ സിസ്റ്റം, എ ടൂൾ ഫോർ ഷേപ്പിംഗ് ഫ്യൂച്ചർ. സോ അതിലുള്ള ഫസ്റ്റ് വൺ ആണ് തിയററ്റിക്കൽ ആൻഡ് സയന്റിഫിക് റീസൺ. ചില തിയററ്റിക്കൽ റീസൺസ് കാരണമായിട്ടും ചില സയന്റിഫിക് റീസൺസ് കാരണമായിട്ടും ഒക്കെ പബ്ലിക് പോളിസി വളരെ ഇമ്പോർട്ടന്റ് ആണ്. എന്താണ് തിയററ്റിക്കൽ ആൻഡ് സയന്റിഫിക് റീസൺ എന്ന് വെച്ചാല്, തിയററ്റിക്കൽ റീസൺ എന്ന് പറഞ്ഞാല് ഇപ്പോ നമ്മള് തിയറീസ്, ഇപ്പോ പൊളിറ്റിക്കൽ സയന്റിസ്റ്റുകളെ സംബന്ധിച്ചിടത്തോളം ചില തിയറീസ് അവർക്ക് കൺസ്ട്രക്ട് ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ ചില സ്പെസിഫിക് ആക്ഷനെ കുറിച്ചിട്ട്, അല്ലെങ്കിൽ ഒരു ഗവൺമെന്റിന്റെ പ്രവർത്തനത്തിനെ കുറിച്ചിട്ട്, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു സംഭവം, ഇപ്പൊ ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ എന്നുള്ള ഒരു സംഗതി, ആ സംഗതിയെ കുറിച്ചിട്ട് പഠിക്കേണ്ടി വരും. അപ്പൊ ഈ പഠിക്കുന്ന സമയത്തൊക്കെ ഇവർക്ക് ഈ തിയററ്റിക്കലി ചില പോളിസികളുടെ ഒക്കെ ആവശ്യം വരും. അപ്പൊ ഇതാണ് പബ്ലിക് പോളിസി പഠിക്കേണ്ടതിന്റെ ഒരു തിയററ്റിക്കൽ ഇമ്പോർട്ടൻസ്, നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാം. സോ ഫസ്റ്റ് വൺ, നോളജ് ഫോർ പ്യുവർ ആൻഡ് അപ്ലൈഡ് സയൻസ്. അപ്പൊ ഇത് ആൻഡേഴ്സൺ ആണ് ഇങ്ങനെ പബ്ലിക് പോളിസി പഠിക്കുന്നതിലൂടെ നമുക്ക് പ്യുവർ സയൻസും അപ്ലൈഡ് സയൻസും ഉണ്ട് എന്ന് പറഞ്ഞത്. ഓക്കെ, അതായത് ഡിസിഷൻ മേക്കിംഗ്, ഒരു സംഗതി എങ്ങനെ തീരുമാനമെടുക്കണം എന്നുള്ളത് മനസ്സിലാക്കാനൊക്കെ നമ്മളെ പബ്ലിക് പോളിസി സഹായിക്കുമെന്നാണ് ആൻഡേഴ്സൺ പറയുന്നത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞ മറ്റൊരു സംഗതി, ഈ പബ്ലിക് പോളിസി എന്നുള്ളത് പ്യുവർ സയൻസിനെയും അതുപോലെ അപ്ലൈഡ് സയൻസിനെയും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പ്യുവർ സയൻസ് എന്ന് വെച്ചാൽ ജസ്റ്റ് നോളജ്, അപ്പോൾ ഇന്ന പോളിസി ചെയ്താൽ ദീസ് ടൈപ്സ് ഓഫ് റിസൾട്ടുകൾ ഉണ്ടാകും, അല്ലെങ്കിൽ ഇതൊക്കെ ആയിരിക്കും അതിന്റെ റിസൾട്ടുകൾ എന്നുള്ള ഒരു അറിവ്, അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അപ്ലൈഡ് സയൻസ് നമുക്കത് ആക്ഷനിൽ ചെയ്തു നോക്കാനും പറ്റും. ഇപ്പൊ നമ്മുടെ സമൂഹത്തിൽ അതെന്ത്, ആ ഒരു പോളിസി നടപ്പാക്കിയിട്ട് അതിന്റെ റിസൾട്ട് എന്താണ് എന്ന് നമുക്ക് മനസ്സിലാക്കാനും പറ്റും. ഇതാണ് അപ്ലൈഡ് സയൻസ് എന്ന് പറഞ്ഞാല്. അതായത് ഇതൊരു നോളജ് ആയിട്ട്, അപ്പൊ ഇങ്ങനെ ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. ഇപ്പോ വിദ്യാഭ്യാസ നിലവാരം മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ട് ദീസ് ടൈപ്സ് ഓഫ് ആക്ഷൻസ് ഒക്കെ നമുക്ക് ചെയ്യാൻ പറ്റും എന്ന് നമ്മുടെ ഒരു പുസ്തകത്തിൽ എഴുതി വെച്ചാൽ നമുക്കതിങ്ങനെ വായിക്കാം, ഒരു നോളജ് ആയിട്ട്
നമുക്കത് വായിക്കാം. മാത്രമല്ല അത് നമുക്ക് സമൂഹത്തിൽ അപ്ലൈ ചെയ്താൽ അതിന്റെ റിസൾട്ടുകൾ നമുക്ക് കാണാനും പറ്റും. അപ്പൊ ഇത് തിയററ്റിക്കലി ഇതിന് ഇമ്പോർട്ടൻസ് ഉണ്ട്. അപ്പൊ ഇതാണ് ഒരു നോളജ് ആണ് ഒരു സംഗതി. രണ്ടാമത്തെ ഒരു സംഗതി, പബ്ലിക് പോളിസി നമുക്കൊരു വാരിയബിൾ ആയിട്ട് യൂസ് ചെയ്യാം. വാരിയബിൾ ആയിട്ട് യൂസ് ചെയ്യുക എന്ന് പറഞ്ഞാല്, അതായത് നമ്മൾ ഇപ്പോ ക്ലൈമറ്റ് ചേഞ്ച് അതൊരു വാരിയബിൾ ആണ്. ഇപ്പൊ ക്ലൈമറ്റിൽ മാറ്റങ്ങൾ വരുന്നതിനനുസരിച്ച് മനുഷ്യന്മാരുടെ ജീവിതത്തിൽ എന്തെല്ലാം മാറ്റങ്ങൾ വരുന്നു. അപ്പൊ ഇതുപോലെ തന്നെ പബ്ലിക് പോളിസിയിൽ മാറ്റങ്ങൾ വരുന്നതിനനുസരിച്ച് പിന്നെ അതിന്റെ റിസൾട്ടുകളിൽ എന്തെല്ലാം മാറ്റങ്ങൾ വരുന്നു എന്നുള്ളത് നമുക്കൊരു വാരിയബിൾ ആയിട്ട് പബ്ലിക് പോളിസിയെ കാണാൻ പറ്റും. അത് ഡിപ്പെൻഡന്റ് വാരിയബിളും ആകാം, ഇൻഡിപെൻഡന്റ് വാരിയബിളും ആകാം. ഡിപ്പെൻഡന്റ് വാരിയബിൾ എന്ന് വെച്ചാൽ ഷേപ്ഡ് ബൈ എക്സ്റ്റേണൽ ഫാക്ടേഴ്സ്. ചില സംഗതികൾ കാരണമായിട്ട് പോളിസികൾ ക്രിയേറ്റ് ചെയ്യും. ഇപ്പൊ ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ കാരണമായിട്ടാണ് പിന്നെ എൻവയോൺമെന്റൽ പോളിസി ക്രിയേറ്റ് ആവുന്നത്. അപ്പോൾ ഒരുപാട് ഇൻഡസ്ട്രീസ് ഉയർന്നു വരുന്നു, അത് പൊല്യൂഷന് കാരണമാകുന്നു. അപ്പൊ അവിടെ എന്ത് ചെയ്തു, ഒരു എൻവയോൺമെന്റൽ പോളിസി ഉണ്ടാക്കേണ്ടി വന്നു. ഇതൊരു ഡിപ്പെൻഡന്റ് വാരിയബിൾ ആണ്. ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ എന്നുള്ള ഒരു സംഗതിയെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഇവിടെ ഈ ഒരു എൻവയോൺമെന്റൽ പോളിസി ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത്. അപ്പോൾ ഇതൊരു ഡിപ്പെൻഡന്റ് വേരിയബിൾ ആണ്. അതുപോലെ തന്നെ പബ്ലിക് പോളിസി ചിലപ്പോൾ ഇൻഡിപെൻഡന്റ് ആകാം. ഇൻഡിപെൻഡന്റ് ആകാന്ന് വെച്ചാല് ഇറ്റ്സെൽഫ് കോസസ് ചേഞ്ചസ്. ഇക്കണോമിക് പോളിസി അഫക്റ്റിംഗ് ലേബർ ക്ലാസ്. ഇപ്പോൾ ആദ്യം നമ്മളൊരു പോളിസി ഉണ്ടാക്കി, ഇക്കണോമിക് പോളിസി ഉണ്ടാക്കി, ഒരു സ്പെഷ്യൽ ഇക്കണോമിക് പോളിസി ഉണ്ടാക്കി. ഈ ഒരു സെപ്പറേറ്റ് ഇക്കണോമിക് പോളിസി എങ്ങനെയാണ് ലേബർ ക്ലാസ്സിനെ, തൊഴിലാളി വിഭാഗത്തെ എങ്ങനെയാണ് ബാധിക്കുന്നത് എന്നുള്ളത് നമ്മൾ പഠിച്ചു. അങ്ങനെ പഠിക്കുകയാണ്. അപ്പൊ അതെന്താണ്, ഇൻഡിപെൻഡന്റ് വേരിയബിൾ ആണ്. മറ്റേ ഡിപെൻഡന്റ് വേരിയബിൾ എന്ന് വെച്ചാൽ എന്തെങ്കിലുമൊക്കെ ഒരു പ്രശ്നത്തിന്റെ കാരണമായിട്ട് ഒരു പോളിസി ഉണ്ടാക്കുക. ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ കാരണമായിട്ട് നമ്മൾ പോളിസി ഉണ്ടാക്കി. ഇൻഡിപെൻഡന്റ് വേരിയബിൾ എന്ന് വെച്ചാൽ ഒരു പോളിസി ഉണ്ടാക്കി ആ പോളിസിയുടെ റിസൾട്ട് എന്താണ് എന്ന് നോക്കുക. അപ്പൊ ഇങ്ങനെയൊക്കെ പബ്ലിക് പോളിസി നമുക്ക് ഇങ്ങനെയൊക്കെ പഠിക്കാനൊക്കെ, ഇതൊക്കെ നമ്മൾ നോളജിനും വേണ്ടിയിട്ട് പല സംഗതികളും അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ നമുക്ക് ഈ പബ്ലിക് പോളിസി ആവശ്യമായിട്ട് വരും. അപ്പൊ ഇതൊക്കെയാണ് ഇതിന്റെ തിയററ്റിക്കൽ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. ദെൻ സയന്റിഫിക് റീസൺസ് ആണ്. സയന്റിഫിക് റീസൺസ് എന്ന് പറഞ്ഞാൽ, സയൻസ് എന്ന് പറഞ്ഞാൽ ശാസ്ത്രം എന്നാണ് അല്ലേ. അപ്പോൾ പബ്ലിക് പോളിസിയുടെ സയന്റിഫിക് റീസൺസ് എന്ന് പറഞ്ഞാൽ വെറും ബയോളജിയും കെമിസ്ട്രിയും ഫിസിക്സിന് മാത്രമല്ല സയന്റിഫിക് എന്ന് പറയാം. സയന്റിഫിക് എന്ന് പറഞ്ഞാൽ സിസ്റ്റമാറ്റിക് ആയിട്ട് നമ്മൾ ഒരു കാര്യം നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാനും കഴിയും, അത് പ്രൂവ് ചെയ്യാനും കഴിയും. ഇങ്ങനെയുള്ളതിനാണ് സയന്റിഫിക് റീസൺസ് എന്ന് പറയാം. സിസ്റ്റമാറ്റിക് ആയിട്ട് നമ്മളൊരു സംഗതി പഠിച്ചു കഴിഞ്ഞ് അത് നമുക്ക് പ്രൂവ് ചെയ്യാൻ, എവിഡൻസിന്റെ ബേസിൽ നമുക്കൊരു സംഗതി സ്റ്റേറ്റ് ചെയ്യാൻ കഴിഞ്ഞാൽ അതിനൊക്കെ സയന്റിഫിക് ആണ് എന്ന് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, അപ്പോ പബ്ലിക് പോളിസി എങ്ങനെയാണ്, അതിന്റെ സയന്റിഫിക് സിഗ്നിഫിക്കൻസ് എന്താന്ന് വെച്ചാല്, നമ്മള് ഇത് ഓരോ പോളിസി നമുക്ക് അനലൈസ് ചെയ്യാൻ പറ്റും. ഇപ്പൊ രാജ്യത്തെ എൻവയോൺമെന്റൽ പോളിസി കാരണമായിട്ട് എന്തെല്ലാം അതിന്റെ കാരണങ്ങൾ എന്തൊക്കെയാണ്, അതിന്റെ ഇമ്പാക്ട് എന്തൊക്കെയാണ്, ഇങ്ങനെ നമുക്ക് സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിക്കാൻ പറ്റും. എവിഡൻസ് ബേസ് ചെയ്തിട്ട് ഇപ്പോ രാജ്യത്തെ എൻവയോൺമെന്റൽ പോളിസി കൊണ്ടുവന്നതിന് ശേഷം പൊല്യൂഷൻ കുറഞ്ഞിട്ടുണ്ട്, ഇതൊരു എവിഡൻസ് ആണ്. പൊല്യൂഷൻ കുറഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ പൊല്യൂഷനിൽ കാര്യമായ കുറവൊന്നുമില്ല, ഇതൊരു എവിഡൻസ് ആണ്. ഇപ്പൊ പൊല്യൂഷനിൽ കുറവുണ്ടായിട്ടില്ല, അപ്പൊ നിലവിലുള്ള എക്കണോമിക് പോളിസി എന്തല്ല, എൻവയോൺമെന്റൽ പോളിസി എന്തല്ല, അത് ഇഫക്റ്റീവ് അല്ല എന്ന് മനസ്സിലായി. ഇങ്ങനെ എവിഡൻസ് ബേസ് ചെയ്തിട്ടുള്ള ഡിസിഷൻ മേക്കിംഗ് ആണ് പബ്ലിക് പോളിസിയിൽ ഉള്ളത്. അപ്പൊ ഈ പബ്ലിക് പോളിസിയെ കുറിച്ച് അറിഞ്ഞാലേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നമുക്ക് ഇത് ഇഫക്റ്റീവ് അല്ല അല്ലെങ്കിൽ ഇഫക്റ്റീവ് ആണെന്ന് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അപ്പൊ അത് ഇമ്പോർട്ടന്റ് ആണ്, അതിന് സിഗ്നിഫിക്കൻസ് ഉണ്ടെന്ന് മനസ്സിലായല്ലോ. ഓക്കെ, അതുപോലെ തന്നെ ഇതിന് കിട്ടുന്ന പ്രാക്ടിക്കൽ ബെനിഫിറ്റ്സ് എന്തൊക്കെയെന്ന് വെച്ചാല്, നമ്മുടെ പ്രൊഫഷണൽസിനൊക്കെ ഇപ്പൊ നല്ല ഉദ്യോഗസ്ഥരുണ്ടാകും. ഇപ്പൊ ഈ പബ്ലിക് അഡ്മിനിസ്ട്രേഷനിലൊക്കെ വർക്ക് ചെയ്യുന്ന ഉദ്യോഗസ്ഥന്മാർക്കും അതുപോലെ അഡ്മിനിസ്ട്രേറ്റേഴ്സിനും ഒക്കെ നല്ല സൗണ്ട് ആയിട്ടുള്ള, നല്ല ഇഫക്റ്റീവ് ആയിട്ടുള്ള പബ്ലിക് പോളിസികൾ ക്രിയേറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അവരെന്ത് ചെയ്യണം, പബ്ലിക് പോളിസിയെ കുറിച്ച് പഠിക്കണം. ഇതുവരെ നടപ്പാക്കിയിട്ടുള്ള പബ്ലിക് പോളിസികളെ കുറിച്ച് പഠിക്കണം. അത് എങ്ങനെ സമൂഹത്തിന് ഇമ്പാക്ട് ചെയ്യും എന്നുള്ളതിനെ കുറിച്ചിട്ടൊക്കെ അവർ പഠിക്കണം. അപ്പോഴേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അവർക്ക് ഏറ്റവും എഫക്റ്റീവ് ആയിട്ടുള്ള പബ്ലിക് പോളിസി ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അതുകൊണ്ടൊക്കെ പബ്ലിക് പോളിസി ഇമ്പോർട്ടന്റ് ആണെന്ന് മനസ്സിലാക്കാം. അതുപോലെ തന്നെയാണ് പോളിസി അനാലിസിസ് ഈസ് ദ കീ. അപ്പോ നമ്മളൊരു പോളിസി അനലൈസ് ചെയ്തിട്ട് പോളിസി ഫോർമുലേറ്റ് ചെയ്യുന്നു, അത് എക്സിക്യൂട്ട് ചെയ്യുന്നു, എന്നിട്ട് ഇവാലുവേറ്റ് ചെയ്യുന്നു. ഇവാലുവേറ്റ് ചെയ്യാന്ന് പറഞ്ഞാല് അതിനെ നമ്മൾ വിലയിരുത്തുന്നു. അതാണ് പോളിസി അനാലിസിസിന്റെ ഒരു മെയിൻ സംഗതി എന്ന് പറഞ്ഞത്, അതിനെ ഇവാലുവേറ്റ് ചെയ്യുക. നമ്മളിപ്പോ വെറുതെ ഇപ്പോ ഹെൽത്ത് സെക്ടറിൽ എല്ലാവരുടെയും ഹെൽത്ത് മെച്ചപ്പെടുത്തണം, അതിനു വേണ്ടിയിട്ട് കുറെ ഹോസ്പിറ്റലൊക്കെ തുടങ്ങി. ഹോസ്പിറ്റൽ തുടങ്ങി, പിന്നെ അങ്ങ് പോയി, പിന്നെ അങ്ങോട്ട് തിരിഞ്ഞു നോക്കിയില്ല. അതുകൊണ്ട് കാര്യമില്ല. ആ ഹോസ്പിറ്റല് ഒക്കെ ഉണ്ടാക്കി വെച്ച് ആ ഹോസ്പിറ്റലുകൾ എത്രത്തോളം ജനങ്ങളുടെ ഹെൽത്ത് മെച്ചപ്പെടുത്താൻ ഉപകാരമായി എന്നുള്ളത് പിന്നെ ഇവാലുവേറ്റ് ചെയ്യണം, പിന്നെ അതിനെ കുറിച്ചിട്ട് പഠിക്കണം.
അപ്പോഴേ എന്ത് ചെയ്യുള്ളൂ, പോളിസി അനാലിസിസും പബ്ലിക് പോളിസിയും അതിന്റെ ഒരു പൂർണ്ണമായ ലെവലിലേക്ക് എത്തുള്ളൂ. ഇപ്പൊ പോളിസി ഈ അനാലിസിസ് എന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ ഒരു സയന്റിഫിക് നോളജിന്റെ ഭാഗമാണ്, അല്ലെങ്കിൽ അത് സയന്റിഫിക് ഇമ്പോർട്ടൻസിന്റെ ഭാഗമാണ്. ഒരു സംഗതി അനലൈസ് ചെയ്യുക, അത് സിസ്റ്റമാറ്റിക് ആണോ നോക്കുക, ഇതൊക്കെ സയന്റിഫിക് റീസൺസിന്റെ ഭാഗമാണ്. അപ്പൊ അതാണ് തിയററ്റിക്കൽ ആൻഡ് സയന്റിഫിക്കൽ സിഗ്നിഫിക്കൻസ് ഓഫ് പബ്ലിക് പോളിസി എന്ന് പറയുന്നത്. ദെൻ പൊളിറ്റിക്കൽ ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് റീസൺസ് ആണ്. നമുക്കറിയാം ഒരുപാട് രാഷ്ട്രീയക്കാരുണ്ടാവും. അപ്പോ രാഷ്ട്രീയക്കാരെ സംബന്ധിച്ച്, അതുപോലെ പൊളിറ്റിക്കൽ സയന്റിസ്റ്റുകൾ ഉണ്ടാവും. ഇവരൊക്കെ സംബന്ധിച്ചിടത്തോളം പബ്ലിക് പോളിസി പഠിച്ചു കഴിഞ്ഞാല്, അല്ലെങ്കിൽ ഓരോ പ്രോബ്ലംസിനും ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള പരിഹാരങ്ങൾ കണ്ടെത്തി കഴിഞ്ഞാൽ അവർക്ക് ജനങ്ങൾക്കിടയിൽ എന്തുണ്ടാകുള്ളൂ, വിലയുണ്ടാകുള്ളൂ, പൊളിറ്റീഷ്യൻസിനെ സംബന്ധിച്ചിടത്തോളം. ഓക്കെ, അപ്പം ഡിസിഷൻ മേക്കിംഗ്, ജനങ്ങളെ മൊത്തം ബാധിക്കുന്ന ഡിസിഷൻ മേക്കിംഗ് ഒക്കെ എടുക്കണം എന്നുണ്ടെങ്കിൽ, അത് കൃത്യമായിട്ടുള്ള ഡിസിഷൻസ് ആകണം എന്നുണ്ടെങ്കിൽ പബ്ലിക് പോളിസി എന്ത് ചെയ്യണം, കൃത്യമായിട്ട് പഠിച്ചിരിക്കണം. ഓക്കെ, അതുപോലെ ഗവേണൻസിൽ, ഭരണ നിർവഹണത്തിലൊക്കെ പബ്ലിക് പോളിസിക്ക് വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട്. അതുപോലെ റോൾ ഓഫ് സ്കോളേഴ്സ് ആൻഡ് സ്റ്റുഡൻസ് ഇൻ പൊളിറ്റിക്കൽ സയൻസ് ആൻഡ് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ. ഇപ്പൊ പൊളിറ്റിക്കൽ സയൻസിലെ സ്റ്റുഡൻസിന് പബ്ലിക് പോളിസി പഠിക്കേണ്ടതുണ്ട്, പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ പഠിക്കുന്ന സ്റ്റുഡൻസിനും ഈ പബ്ലിക് പോളിസി പഠിക്കേണ്ടതുണ്ട്. അപ്പോ അത് പൊളിറ്റിക്കൽ സയൻസ് പഠിക്കുന്ന വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അത് പൊളിറ്റിക്കൽ സിഗ്നിഫിക്കൻസ് ആണ്. പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ പഠിക്കുന്ന സ്റ്റുഡൻസിനെ സംബന്ധിച്ചിടത്തോളം അത് അഡ്മിനിസ്ട്രേറ്റീവ് സിഗ്നിഫിക്കൻസ് ആണ്. അപ്പൊ ഇങ്ങനെ ഏത് രീതിയിൽ പൊളിറ്റിക്കലി നോക്കിയാലും അഡ്മിനിസ്ട്രേറ്റീവ്ലി നോക്കിയാലും പബ്ലിക് പോളിസിക്ക് റെലവൻസ് ഉണ്ട്, സിഗ്നിഫിക്കൻസ് ഉണ്ട്. അതായത് നല്ല ഭരണം നടപ്പിൽ വരുത്തണമെങ്കിൽ എന്ത് ചെയ്യണം, ഏറ്റവും നല്ല പോളിസികളെ കുറിച്ച് പഠിക്കണം, ജനങ്ങളുടെ പ്രശ്നങ്ങളെ കുറിച്ച് അറിയണം, അതിനെ അനലൈസ് ചെയ്യണം, ഇവാലുവേറ്റ് ചെയ്യണം. അത് ഇവാലുവേറ്റ് ചെയ്തിട്ട് അതിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ പുതിയ പോളിസികൾ രൂപീകരിക്കേണ്ടി വരും. ഓക്കെ, ദെൻ റെപ്രസെന്റിംഗ് പവർഫുൾ അപ്രോച്ച് ഫോർ ഇംപ്രൂവിംഗ് ഇക്കണോമിക് ആൻഡ് സോഷ്യൽ സിസ്റ്റം. നമ്മുടെ സാമൂഹിക വ്യവസ്ഥ അത് ഇംപ്രൂവ് ചെയ്യാന്, അതുപോലെ ഇക്കണോമിക് സ്ട്രക്ചർ ഇംപ്രൂവ് ചെയ്യാനൊക്കെ ഉള്ള നല്ലൊരു അപ്രോച്ച് ആണ് പബ്ലിക് പോളിസി എന്നുള്ളത്. ഓക്കെ, പബ്ലിക് പോളിസി പ്ലേസ് എ ക്രൂഷ്യൽ റോൾ ഇൻ ഡെമോക്രാറ്റിക് ഗവേണൻസ്. ഒരു ജനാധിപത്യ രാജ്യത്തിന്റെ ഗവേണൻസിലെ പബ്ലിക് പോളിസിക്ക് വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട്. അതായത് പൊതുജന താല്പര്യാർത്ഥം എന്നൊക്കെ പറയുന്ന പോലെ പൊതുജനങ്ങളുടെ താല്പര്യമൊക്കെ നമ്മൾ നടപ്പിലാക്കുന്നതും, അത് അവരുടെ ആസ്പിറേഷൻസ് ഒക്കെ നമ്മൾ റിയലൈസ് ചെയ്യുന്നതും ഒക്കെ ഈ പബ്ലിക് പോളിസിയിലൂടെയാണ്. ഓക്കെ, പിന്നെ അതുപോലെ സോഷ്യോ ഇക്കണോമിക് റിഫോംസ്, നമ്മൾ സാമൂഹിക സാമ്പത്തിക രംഗത്തൊക്കെ ഒരുപാട് മാറ്റങ്ങൾ വരുത്തും, റിഫോംസ് വരുത്തും. ഈ റിഫോംസ് വരുത്തുന്നതൊക്കെ പോളിസികളിലൂടെയാണ്. ഇപ്പൊ ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് ആൻഡ് റെഗുലേഷൻ ആക്ട്, ലാൻഡ് റിഫോം പോളിസീസ്, അതൊരു ഇക്കണോമിക് ചേഞ്ച് ആണ്, ഒരു സോഷ്യൽ സിസ്റ്റത്തിനൊക്കെ ബാധിച്ചൊരു സംഗതിയാണ് ലാൻഡ് റിഫോം പോളിസീസ്. ഇപ്പോ 1961 ജമീന്ദാരി സിസ്റ്റം അബോളിഷ് ചെയ്തത്. അപ്പൊ ഈ അബോളിഷ് ചെയ്തത് ഒരു ഇക്കണോമിക് പോളിസിയുടെ ഭാഗമായിട്ടാണ് എന്ത് ചെയ്യുന്നത്, അല്ലെ സോഷ്യൽ പോളിസിയുടെ ഭാഗമായിട്ടാണ് ഇത് അബോളിഷ് ചെയ്തത്. അപ്പൊ ഇത് അബോളിഷ് ചെയ്തതിലൂടെ എന്തായി, സമൂഹത്തിൽ ഫെയർനെസ് ആൻഡ് ജസ്റ്റിസ് ഉണ്ടായി. അപ്പൊ അതായത് ഒരു കുറച്ച് ആളുകൾ, കുറച്ച് പ്രഭുക്കൾ എന്ത് ചെയ്യുന്നു, രാജ്യം മൊത്തം ഭരിക്കുക, ഒരു പ്രദേശം ഭരിക്കുക, എന്നിട്ട് അവരുടെ കീഴിൽ കുറച്ച് ആളുകൾ പട്ടികളെ പോലെ ജോലി ചെയ്യാം. അപ്പൊ ഈ സിസ്റ്റം ഒക്കെ ഒഴിവാക്കിയിട്ട് ഒരു സോഷ്യൽ ഫെയർനെസ്, സോഷ്യൽ ജസ്റ്റിസ്, സോഷ്യൽ ഇക്വാളിറ്റി ഒക്കെ കൊണ്ടുവരാനുള്ള അപ്രോച്ച്, ഒരു ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള അപ്രോച്ച് ആണ് പബ്ലിക് പോളിസി എന്നുള്ളത്. ഓക്കെ, ദെൻ സിഗ്നിഫിക്കൻസ് ആൻഡ് ദെൻ നമ്മൾ സോഷ്യൽ ജസ്റ്റിസ് ഓറിയന്റഡ് ആയിട്ടുള്ള കുറെ പോളിസികൾ ഉണ്ടായിട്ടുണ്ട്. ഇപ്പൊ SC/ST അട്രോസിറ്റീസ് ആക്ട് 2016, ഡൗറി പ്രൊഹിബിഷൻ ആക്ട് 1961, പിന്നെ അതുപോലെ നാഷണൽ യൂത്ത് പോളിസി, നാഷണൽ ഹെൽത്ത് പോളിസി, ഇങ്ങനെ ഒരുപാട് പോളിസികൾ, ഒരുപാട് നിയമങ്ങൾ ഇന്ത്യയിൽ എന്ത് ചെയ്തിട്ടുണ്ട്, സോഷ്യൽ ജസ്റ്റിസ് അത് എൻഷുർ ചെയ്യാൻ വേണ്ടിയിട്ട് നടപ്പിലാക്കിയിട്ടുണ്ട്. ദെൻ അഡ്രസ്സിംഗ് നാഷണൽ ചാലഞ്ചസ്, അതുപോലെ തന്നെ രാജ്യത്തിന് ചിലപ്പോ പുറത്തുനിന്ന് എക്സ്റ്റേണൽ ആയിട്ടുള്ള, അതുപോലെ എക്സ്റ്റേണൽ ആയിട്ടും ഇന്റേണൽ ആയിട്ടും ഒക്കെ ചില ഭീഷണികൾ ഉണ്ടാവും. ഇപ്പൊ പുറത്തുള്ള രാജ്യം ആക്രമിക്കുക, അതുപോലെ ഉള്ളിൽ നിന്ന് തന്നെ ഒരു സ്പെഷ്യൽ വിഭാഗം ആളുകൾ എന്ത് ചെയ്യുക, രാജ്യത്തിനെതിരെ, ഗവൺമെന്റിനെതിരെ പോരാടുക. അപ്പൊ ഇതൊക്കെ മനസ്സിലാക്കാനും ഇതിനനുസരിച്ചിട്ടുള്ള പോളിസികൾ, അപ്പൊ ഡിഫൻസ് പോളിസി ഉണ്ടാക്കും. ഓക്കെ, പ്രതിരോധ മേഖലയിലുള്ള ഒരു ഗവൺമെന്റിന്റെ പോളിസി ഉണ്ടാവും. അപ്പൊ ഇതൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ് ഒരു ഇക്കണോമിക് ആൻഡ് സോഷ്യൽ സിസ്റ്റത്തിന്റെ ഇംപ്രൂവ്മെന്റിന് വേണ്ടിയിട്ട്. അപ്പൊ പബ്ലിക് പോളിസി എന്നുള്ളത് ഇതിനെ സംബന്ധിച്ചും ഒക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ദെൻ ഫോർത്ത് വൺ എന്നുള്ളത് ടൂൾ ഫോർ ഷേപ്പിംഗ് ഫ്യൂച്ചർ ഷേപ്പ് ചെയ്യാനുള്ള നല്ലൊരു ടൂളാണ്
പബ്ലിക് പോളിസി എന്നുള്ളത്. അപ്പോ ഫ്യൂച്ചർ ഓറിയന്റഡ് ആയിട്ട് ഭാവിയിൽ കേരളത്തിലുള്ള റോഡുകളൊക്കെ കേരളത്തിന്റെ മുഖമുദ്ര തന്നെ മാറണം. കേരളം വളരെ ഡെവലപ്ഡ് രാജ്യങ്ങളെ പോലെ വികസിത രാജ്യങ്ങളെ പോലെയുള്ള ഒരു സിസ്റ്റം കേരളത്തിൽ വരണം. അപ്പൊ അത് ബേസ് ചെയ്തിട്ട് ഇങ്ങനെ ഒരു ഫ്യൂച്ചർ മുന്നിൽ കണ്ടുകൊണ്ട് പോളിസികൾ രൂപീകരിക്കുക. അതുപോലെ തന്നെ പാസ്റ്റിൽ നിന്ന് ലേണിംഗ് ഫ്രം ദ പാസ്റ്റ് നമ്മൾ കുറെ പോളിസികൾ കഴിഞ്ഞ കാലങ്ങളിൽ നടപ്പിലാക്കിയിട്ടുണ്ടാവും. അതിന്റെയൊക്കെ റിസൾട്ട് നോക്കിയിട്ട് അതൊക്കെ ഉണ്ടാക്കിയിട്ടുള്ള ഇമ്പാക്ട് നോക്കിയിട്ട് പാസ്റ്റിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുക, ഫ്യൂച്ചറിനെ ഷേപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് പബ്ലിക് പോളിസികൾ യൂസ് ചെയ്യും. അതുപോലെ സോൾവിങ് ടുഡേസ് പ്രോബ്ലം, ഇന്നുള്ള പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരം കാണാൻ നമ്മൾ പബ്ലിക് പോളിസി എന്ത് ചെയ്യും, യൂസ് ചെയ്യും. അപ്പോൾ ഈ നിലക്കൊക്കെ നമ്മുടെ ഒരു നല്ല ബ്രൈറ്റ് ഫ്യൂച്ചർ, നമ്മുടെ രാജ്യത്തിന്റെ സംസ്ഥാനത്തിന്റെ ബ്രൈറ്റ് ഫ്യൂച്ചർ ഷേപ്പ് ചെയ്യാൻ നമുക്ക് പബ്ലിക് പോളിസി ഒരു ടൂളായിട്ട് നമ്മൾ എന്ത് ചെയ്യാം, നമുക്ക് ഉപയോഗിക്കാം. ഓക്കെ, സോ ദീസ് ആർ ദ സിഗ്നിഫിക്കൻസ് ആൻഡ് റോൾ ഓഫ് പബ്ലിക് പോളിസി. ഇനി നമ്മുടെ ഈ യൂണിറ്റിലെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഭാഗമാണ് പോളിസി ടൈപ്സ് എന്നുള്ളത്. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു 3 ടൈപ്സ് ഓഫ് പോളിസീസ് ആണുള്ളത്: ഡിസ്ട്രിബ്യൂട്ടീവ് പോളിസീസ്, റീഡിസ്ട്രിബ്യൂട്ടീവ് പോളിസീസ് ആൻഡ് റെഗുലേറ്ററി പോളിസീസ്. അതുപോലെ തന്നെ ഓൾ പോളിസീസ് ആർ കോഎർസീവ്. കോഎർസീവ് എന്ന് വെച്ചാൽ അത് മാൻഡറ്ററി ആണ്, എല്ലാ ആളുകളും അത് പാലിക്കണം, അത് നിർബന്ധമാണ്, എല്ലാ സിറ്റിസൺസിനും അത് പാലിക്കൽ നിർബന്ധമാണ്. അപ്പൊ അത് ഒരു ഗവൺമെന്റ് ഒരു നിയമം, ഒരു പോളിസി നടപ്പിലാക്കിയാൽ ഒരു ബാക്കിയുള്ള ആ രാജ്യത്തുള്ള ജനങ്ങൾ അല്ലെങ്കിൽ ആ സംസ്ഥാനത്തുള്ള ജനങ്ങൾ എന്ത് ചെയ്യണം, അതനുസരിക്കണം. ഓക്കെ, സോ അപ്പൊ ഇതിന്റെ ഫസ്റ്റ് വൺ ഡിസ്ട്രിബ്യൂട്ടീവ് പോളിസിയാണ്. ഡിസ്ട്രിബ്യൂട്ടീവ് പോളിസി എന്ന് വെച്ചാൽ പോളിസീസ് ദാറ്റ് ആർ ഇന്റൻഡഡ് ടു ഗ്രാന്റ് സം സോർട്ട് ഓഫ് ബെനിഫിറ്റ് ടു എ പെർട്ടിക്കുലർ ഇൻട്രസ്റ്റ് ഗ്രൂപ്പ് ഓർ അതർ വെൽ ഡിഫൈൻഡ് ടു റിലേറ്റീവ്ലി സ്മോൾ ഗ്രൂപ്പ്സ് ഓഫ് ബെനിഫിഷ്യറീസ്. അതായത് ഇപ്പൊ ഫ്ലഡ് വന്നു, ഒരു പ്രളയം വന്നു, ഒരു സംസ്ഥാനത്തുള്ള ആളുകൾക്ക് പ്രളയം ബാധിച്ചു, ഒരു സംസ്ഥാനത്ത് തന്നെ ഒരു പ്രത്യേക ഏരിയയിലുള്ള ആളുകൾക്ക് പ്രളയം ബാധിച്ചു. അപ്പൊ അവർക്കുള്ള റിലീഫ് ആക്ടിവിറ്റീസ് സ്റ്റാർട്ട് ചെയ്യുക. അല്ലെങ്കിൽ ഒരു പ്രദേശത്തുള്ള ജനങ്ങൾ വളരെ പുവറാണ്, അവർക്ക് തീരെ ഫുഡ് സെക്യൂരിറ്റി ഇല്ല, അപ്പൊ അവർക്ക് വേണ്ടിയിട്ടുള്ള കുറച്ച് പ്രവർത്തനങ്ങൾ കൊണ്ടുവരിക. അപ്പൊ ഇതിനൊക്കെയാണ് ഡിസ്ട്രിബ്യൂട്ടീവ് പോളിസീസ് എന്ന് പറയുക. അതുപോലെ കർഷകർക്ക് വേണ്ടിയിട്ട് സബ്സിഡീസ് കൊടുക്കുക, ഇതൊക്കെ ഡിസ്ട്രിബ്യൂട്ടീവ് പോളിസീസ് ആണ്. പൊതുവെ എല്ലാവരും അംഗീകരിക്കുന്ന പോളിസികൾക്കാണ് ഡിസ്ട്രിബ്യൂട്ടീവ് പോളിസി എന്ന് പറയാം. ഓക്കെ, അപ്പൊ അതുപോലെ ഇതിനൊക്കെ ഈ ഡിസ്ട്രിബ്യൂട്ടീവ് പോളിസി നടപ്പിലാക്കാൻ സ്പെഷ്യൽ ലെജിസ്ലേഷൻ ഉണ്ടാകും. ഇപ്പോൾ പാർലമെന്റിലൊക്കെ ആയിട്ട് പ്രത്യേക നിയമങ്ങളോ അല്ലെങ്കിൽ ഓർഡിനൻസുകളോ ഒക്കെ അതിനു വേണ്ടിയിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവും. റീഡിസ്ട്രിബ്യൂട്ടീവ് പോളിസിയാണ്. റീഡിസ്ട്രിബ്യൂട്ടീവ് പോളിസി എന്ന് പറഞ്ഞാൽ ഡിസ്ട്രിബ്യൂട്ടീവ് പോളിസിയിൽ നേരത്തെ നമ്മൾ പറഞ്ഞു അവിടെ തർക്കങ്ങൾ ഒന്നും ഉണ്ടാവില്ല, എല്ലാ ആളുകൾക്കും ഓക്കെ ആയിരിക്കും. അതായത് ഇപ്പോ കർഷകർക്ക് ഇങ്ങനെ ഒരു ബെനിഫിറ്റ് കൊടുക്കുന്നതിന് പൊതുവെ വിമർശനങ്ങളൊന്നും ഉണ്ടാകാറില്ല. പക്ഷെ നമുക്കറിയാം റിസർവേഷൻ ഇന്നും നമ്മുടെ രാജ്യത്ത് ഒരു ഡിബേറ്റ് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സംഗതിയാണ് റിസർവേഷൻ എന്നുള്ളത്. അത് പല രീതിയിൽ, ഇപ്പൊ ബാക്ക്വേർഡ് ക്ലാസസിനുള്ള റിസർവേഷൻ എന്ന് പറഞ്ഞിട്ട്, അല്ലെ മിഡിൽ ക്ലാസ്സിനുള്ള ഇക്കണോമിക് റിസർവേഷൻ, ഇങ്ങനെ കുറെ ഡിസ്കഷൻസ് നടക്കുന്നുണ്ട്. ഓക്കെ, അതായത് ഇപ്പോ പാർലമെന്റിൽ റിസർവേഷൻ, ഇപ്പൊ ബസ്സിലെ സീറ്റ്, പിന്നെ സ്ത്രീകൾക്ക് ഇത്ര റിസർവേഷൻ, പിന്നെ ഡിഫറെന്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള ആളുകൾക്ക് ഇത്ര റിസർവേഷൻ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ റിസർവേഷൻ ചെയ്തു കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ റീഡിസ്ട്രിബ്യൂട്ടീവ് പോളിസിയുടെ ഭാഗമായിട്ട് ആണ് വരിക. അതായത് റീ അലോക്കേറ്റ് റിസോഴ്സസ് ഓർ റൈറ്റ്സ് ടു പ്രൊമോട്ട് ഇക്വിറ്റി അമംഗ് സോഷ്യൽ ഓർ റേഷ്യൽ ഗ്രൂപ്പ്സ്. വ്യത്യസ്ത ഗ്രൂപ്പുകൾക്കിടയിൽ ഇക്വിറ്റി നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് റിസോഴ്സുകൾ റീ അലോക്കേറ്റ് ചെയ്യുക. അതായത് ആദ്യം എല്ലാവർക്കും ലഭിച്ചിരുന്ന റിസോഴ്സുകൾ ചില ആളുകൾക്ക് മാത്രമായിട്ട് മാറ്റിവെക്കുക. ഇപ്പോൾ ഡിസബിലിറ്റീസ് ആക്ട് ഓഫ് ദ 1996 ഡിസബിലിറ്റീസ് ആക്ട് പ്രകാരം 3% ഓഫ് റിസർവേഷൻ ചില മേഖലകളിലൊക്കെ വെക്കും. ഇപ്പൊ എഡ്യൂക്കേഷണൽ മേഖലയിലും ഒക്കെ 3% ഓഫ് റിസർവേഷൻ അവർക്കായിട്ട് മാറ്റിവെക്കുന്നുണ്ടാവും. അപ്പോ ഇതെന്താണ്, ഒരു ജനറൽ വിഭാഗത്തിനെ സംബന്ധിച്ചിടത്തോളം അവരിൽ നിന്നുള്ള ഒരു 3% ഇവർക്ക് വേണ്ടിയിട്ട് മാറ്റിവെച്ചത്. ഓക്കെ, അപ്പൊ ഇങ്ങനെയുള്ള പോളിസികൾക്കാണ് റീഡിസ്ട്രിബ്യൂട്ടീവ് പോളിസി എന്ന് പറയാം. ഇനി അത് OBC കാറ്റഗറി ആവട്ടെ, SC ST ആവട്ടെ, പിന്നെ അതുപോലെ ഇക്കണോമിക്കലി വീക്കർ സെക്ഷന് വേണ്ടിയിട്ട് ഒരു റിസർവേഷൻ കൊണ്ടുവരികയാണ്. അല്ലെങ്കിൽ അവർക്ക് പിന്നെ ടാക്സുകളിൽ റിഡക്ഷൻ കൊടുക്കുകയാണ്. അതായത് ഏറ്റവും കൂടുതൽ ഇൻകം ഉള്ള ആളുകൾക്ക് ഒരു ടാക്സ്, അവർക്ക് ഭയങ്കര ടാക്സും, പാവപ്പെട്ട ആളുകൾക്ക് തീരെ ടാക്സ് ഇല്ല. അപ്പൊ ഇവരെ അടുത്തുനിന്ന് ഈ പിന്നെ
ഇക്കണോമിക്കലി വെൽ ആയിട്ടുള്ള ആളുകളുടെ അടുത്ത് നിന്ന് ക്യാഷ് ടാക്സ് കളക്ട് ചെയ്തിട്ട് പാവപ്പെട്ട ആളുകൾക്ക് വേണ്ടിയിട്ട് കൊടുക്കുക. അപ്പൊ ഇതൊക്കെ ഇത്തരം സംഗതികൾക്കാണ് റീഡിസ്ട്രിബ്യൂട്ടീവ് പോളിസികൾ എന്ന് പറയാം. അപ്പൊ ഇതിന്റെ ഒരു മെയിൻ എയിം എന്നുള്ളത് ജസ്റ്റിസ്, ഇക്വിറ്റി, ഇക്വാളിറ്റി, ഇൻക്ലൂഷൻ, എല്ലാ ആളുകളെയും ഇൻക്ലൂഡ് ചെയ്യുക, എല്ലാ ആളുകളെയും സ്വാംശീകരിക്കുക, ഒരു സമൂഹത്തിൽ ഒരു നീതി നടപ്പിലാക്കുക, അതുപോലെ ഇക്വിറ്റി, ഒരു എന്താ പറയാ നീതിയും അതുപോലെ ഇക്വാളിറ്റി, സമത്വം നടപ്പിലാക്കുക. ഇതൊക്കെ ആയിരിക്കും റീഡിസ്ട്രിബ്യൂട്ടീവ് പോളിസിയുടെ ലക്ഷ്യങ്ങളായിട്ട് ഉണ്ടാവുക. ഓക്കെ, മാത്രമല്ല ഈ റീഡിസ്ട്രിബ്യൂട്ടീവ് പോളിസി പലപ്പോഴും കോൺട്രവേഴ്സറി ആയിരിക്കും. അത് സംബന്ധിച്ച് പലപ്പോഴും തർക്കങ്ങൾ ഉണ്ടാകും. ഓക്കെ, അപ്പൊ ഈ റിസർവേഷനൊക്കെ സംബന്ധിച്ച് ഒരുപാട് തർക്കങ്ങൾ ഇന്നും നിലനിൽക്കുന്നുണ്ട്. ദെൻ റെഗുലേറ്ററി പോളിസി. റെഗുലേറ്ററി പോളിസി എന്ന് വെച്ചാൽ ചില കാര്യങ്ങൾക്കൊക്കെ റെഗുലേഷൻ കൊണ്ടുവരിക. അത് ഒരു ഇത്ര മതി, അതായത് ഇപ്പോ നമുക്കറിയാം ട്രായ്, ഇപ്പോ ടെലികോം റെഗുലേറ്ററി അതോറിറ്റി ഓഫ് ഇന്ത്യ, RBI, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. അപ്പൊ RBI ഉള്ളത് കൊണ്ട് ഇപ്പൊ ഇന്ന ക്യാഷുകൾ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഉപയോഗിക്കാൻ പാടുള്ളൂ, ഉപയോഗിക്കാൻ സാധിക്കുകയുള്ളൂ, അതിന് മാത്രമേ അനുമതിയുള്ളൂ. അപ്പൊ ഇങ്ങനെ കുറെ റെഗുലേഷൻസ് വെക്കും. ഇപ്പോ ഒരു ബാങ്കിന്റെ ഇൻട്രസ്റ്റ് റേറ്റ് ഇത്രയാകണം, അപ്പൊ അങ്ങനെയുള്ള റെഗുലേഷൻസ് ഒക്കെ വെക്കുന്നത് RBI ആണ്. അതുപോലെ സെബി, സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ, ബാർ കൗൺസിൽ, ഫാർമസി കൗൺസിൽ ഓഫ് ഇന്ത്യ, നേഴ്സിംഗ് കൗൺസിൽ ഓഫ് ഇന്ത്യ, ഇവരൊക്കെ കുറെ റെഗുലേഷൻസ്, കുറെ കൺട്രോളുകൾ വെക്കുന്നുണ്ട് നമുക്കൊക്കെ. അപ്പോ ഇത്തരം പോളിസികൾക്കാണ് റെഗുലേറ്ററി പോളിസി എന്ന് പറയുക. അപ്പൊ 3 ടൈപ്സ് ഓഫ് പോളിസീസ് ആണുള്ളത്: ഡിസ്ട്രിബ്യൂട്ടീവ് പോളിസി, റീഡിസ്ട്രിബ്യൂട്ടീവ് പോളിസി, റെഗുലേറ്ററി പോളിസി. ദെൻ പോളിസി ഇഷ്യൂസ്: കോൺസ്റ്റിറ്റ്യൂവന്റ് പോളിസി ഇഷ്യൂസ്, കോൺഫ്ലിക്ട് പോളിസി ഇഷ്യൂസ്, ബാർഗെയിനിങ് പോളിസി ഇഷ്യൂസ്. ഇവിടെ ഒരു സംഗതി എന്താന്ന് വെച്ചാൽ, നമ്മൾ പോളിസി ടൈപ്പിന്റെ തന്നെ ഒരു ഇനമാക്കിയിട്ട് നമുക്ക് ഈ പോളിസി ഇഷ്യൂസിന് എന്ത് ചെയ്യാം, ഇൻക്ലൂഡ് ചെയ്യാം. അപ്പൊ എക്സാമിനൊക്കെ 20 മാർക്സിന് പോളിസി ടൈപ്സിനെ കുറിച്ച് ക്വസ്റ്റ്യൻ വരികയാണെന്നുണ്ടെങ്കിൽ അതിൽ പോളിസി ഇഷ്യൂസും കൂടെ ആഡ് ചെയ്തിട്ട് ആൻസർ ചെയ്യാം. അതേസമയം 10 മാർക്കിനാണ് പോളിസി ടൈപ്സ് ക്വസ്റ്റ്യൻ വരുന്നുണ്ടെങ്കിൽ ഡിസ്ട്രിബ്യൂട്ടീവും റീഡിസ്ട്രിബ്യൂട്ടീവും പിന്നെ റെഗുലേറ്ററിയും വിശദമായിട്ട് പറയുകയും ഈ 3 ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്യുകയും ചെയ്യുക. ഓക്കെ, അതായത് ലോവി എന്ന് പറയുന്ന പൊളിറ്റിക്കൽ സയന്റിസ്റ്റ് ഉണ്ട്. അദ്ദേഹം നേരത്തെ പറഞ്ഞ ഡിസ്ട്രിബ്യൂട്ടീവ് പോളിസി, റീഡിസ്ട്രിബ്യൂട്ടീവ് പോളിസി, അതുപോലെ റെഗുലേറ്ററി പോളിസിക്ക് പുറമെ കോൺസ്റ്റിറ്റ്യൂവന്റ് പോളിസി ഇഷ്യൂസ് എന്ന് പറഞ്ഞിട്ട് ഒരു പോളിസിയും കൂടെ അദ്ദേഹം, ടൈപ്പ് ഓഫ് പോളിസിയും കൂടെ അദ്ദേഹം ആഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതെന്താന്ന് വെച്ചാല് ക്രിയേഷൻ ഓർ റീഓർഗനൈസേഷൻ ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ. അതായത് പിന്നെ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ഇപ്പോ പഞ്ചായത്ത് ലെവൽ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ, ഓരോ വിഭാഗത്തിന്റെ ഉന്നമനത്തിന് വേണ്ടി, ഫാമേഴ്സിന്റെ വെൽബീയിങ്ങിന് വേണ്ടിയിട്ട് ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ. അപ്പൊ ഇങ്ങനെ ഇൻസ്റ്റിറ്റ്യൂഷൻസിലൂടെ പോളിസി ഇഷ്യൂ ചെയ്യുന്ന ആ ഒരു സംഗതി, ഇൻസ്റ്റിറ്റ്യൂഷൻ ഇപ്പോ പാർലമെന്റിലൂടെ, അതുപോലെ കോടതികളിലൂടെ ഒക്കെ, അതൊക്കെ ഓരോ ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ്. ജുഡീഷ്യറി ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ്, ലെജിസ്ലേഷൻ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ്. അപ്പൊ ഇങ്ങനെ കുറെ ഇൻസ്റ്റിറ്റ്യൂഷനിലൂടെ പോളിസി ഇഷ്യൂ ചെയ്യുന്നതിനാണ് കോൺസ്റ്റിറ്റ്യൂവന്റ് പോളിസി ഇഷ്യൂസ് എന്ന് പറയുന്നത്. പുസ്തകത്തിൽ അത് വളരെ ചെറുതാക്കിയിട്ട് ഒറ്റ സെന്റൻസിലൊക്കെയാണ് ഇത് പറയുന്നത്. ഓക്കെ, ദെൻ കോൺഫ്ലിക്ട് പോളിസി ഇഷ്യൂസ്, കോബ് ആൻഡ് എൽഡർ, ഈ 2 പൊളിറ്റിക്കൽ സയന്റിസ്റ്റുകളാണ് ഇത് പ്രൊപ്പോണ്ട് ചെയ്യുന്നത്. കോൺഫ്ലിക്ട് പോളിസി ഇഷ്യൂസ് എന്ന് വെച്ചാൽ എങ്ങനെയാണ് കോൺഫ്ലിക്റ്റുകൾ, സമൂഹത്തിലെ കോൺഫ്ലിക്റ്റുകൾ എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത്, എങ്ങനെയാണ് അത് മാനേജ് ചെയ്യുന്നത് എന്നുള്ളതാണ് അവര് പഠിച്ചത്. അത് ബേസ് ചെയ്തിട്ട് പോളിസി എന്ത് ചെയ്യാം, സമീപിക്കാം എന്നുള്ളതാണ് അവര് പറഞ്ഞത്. അപ്പൊ അവര് പറഞ്ഞ കോൺഫ്ലിക്റ്റുകൾ 3 കാരണങ്ങൾ കൊണ്ടാണ് സമൂഹത്തിൽ കോൺഫ്ലിക്റ്റുകൾ, പ്രശ്നങ്ങൾ ഉണ്ടാവുക, സംഘട്ടനങ്ങൾ ഉണ്ടാകുക. അതിന്റെ ഒന്ന് അൺഫെയർ ഓർ ബയാസ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് റിസോഴ്സസ് ആൻഡ് പൊസിഷൻസ്. അതായത് റിസോഴ്സസ് ഒക്കെ ഒരു വിഭാഗം ആളുകൾക്ക് കൂടുതൽ കൊടുക്കുക, മറ്റൊരു വിഭാഗത്തിന് കുറച്ച് കൊടുക്കുക. ഇങ്ങനെ അൺഫെയർ ആയിട്ടുള്ള, ബയാസ്ഡ് ആയിട്ടുള്ള, പക്ഷപാതിത്വം കാണിച്ചുകൊണ്ടുള്ള റിസോഴ്സ് അലോക്കേഷൻ, റിസോഴ്സ് ഡിസ്ട്രിബ്യൂഷനിലൂടെയാണ് കോൺഫ്ലിക്റ്റ് ഉണ്ടാക്കുന്നത്. അതുപോലെ തന്നെ ഫ്രെയിമിംഗ് ഓഫ് എൻ ഇഷ്യൂ ഫോർ ഇക്കണോമിക് ഓർ പേഴ്സണൽ ഗ്രൂപ്പ് ഗെയിൻ. ഏതെങ്കിലുമൊക്കെ ഒരാളുടെ മാത്രം ഗെയിനിന് വേണ്ടിയിട്ട്, അവരുടെ നേട്ടത്തിന് വേണ്ടിയിട്ട് മാത്രം എന്തെങ്കിലുമൊക്കെ ഒരു പ്രശ്നം കെട്ടിച്ചമച്ചുണ്ടാക്കുക, എന്നിട്ട് അതിനു വേണ്ടി കുറെ പണം ചെലവാക്കുക, കുറെ പോളിസികൾ ഉണ്ടാക്കുക. അപ്പൊ ഇങ്ങനെ കോൺഫ്ലിക്റ്റുകൾ ഉണ്ടാവും. അതുപോലെ തന്നെ അൺആന്റിസിപ്പേറ്റഡ് ഇവന്റ്സ്, പ്രതീക്ഷിക്കാതെ ചിലപ്പോൾ നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ് വരും, അതുപോലെ യുദ്ധങ്ങൾ വരും. അപ്പൊ ഇങ്ങനെയുള്ള ഇവന്റ്സിലൂടെ ഒക്കെ കോൺഫ്ലിക്റ്റുകൾ സമൂഹത്തിൽ ഉണ്ടാകും. ഈ കോൺഫ്ലിക്റ്റുകൾ പഠിക്കുക, ആ കോൺഫ്ലിക്റ്റുകളിലൂടെയാണ് പോളിസീസ് ഉണ്ടാകുന്നത് എന്നാണ് കോബും എൽഡറും പറയുന്നത്. Then third one ആണ് ബാർഗെയിനിങ് പോളിസി ഇഷ്യൂസ്.
ബാർഗൈനിങ് പോളിസി ഇഷ്യൂസ് എന്ന് വെച്ചാൽ കോസ്റ്റ് ബെനിഫിറ്റ് അനാലിസിസിന്റെ ഭാഗമായിട്ടുള്ള ഇഷ്യൂസിനാണ് ബാർഗൈനിങ് പോളിസി ഇഷ്യൂസ് എന്ന് പറയാം. ഇപ്പൊ കോസ്റ്റ് ബെനിഫിറ്റ് അനാലിസിസ് എന്ന് വെച്ചാൽ ഇപ്പൊ ഒരു സംഗതി, ഒരു പോളിസി അല്ലെങ്കിൽ ഒരു സംഗതി ചെയ്യാൻ ഇത്ര അതിന്റെ കോസ്റ്റ്, അതിന്റെ ഭാരം ആരുടെ മേലാണ് വരുന്നത്, അതിന്റെ ലാഭം ആർക്കാണ് കിട്ടുന്നത്. അപ്പൊ ഇത് ബേസ് ചെയ്തിട്ടുള്ള ഒരു പോളിസി, ഒരു അനാലിസിസിനാണ് ബാർഗൈനിങ് പോളിസി ഇഷ്യൂസ് എന്ന് പറയാം. അപ്പോ ചില സമയത്ത് ഇത് കോൺസെൻട്രേറ്റഡ് ആയിരിക്കും. ചില വളരെ ഒരു സ്പെഷ്യൽ സ്മോൾ ഗ്രൂപ്പിന് മാത്രമേ ഇതിന്റെ നേട്ടം ലഭിക്കുകയും എന്നാൽ ഇത് എല്ലാവരെയും വലിയൊരു വിഭാഗം ജനങ്ങളെ ബാധിക്കുന്നതും ആവാം. അപ്പൊ ഉദാഹരണത്തിന് ഒരു ടാക്സ്, രാജ്യത്തുള്ള എല്ലാ 120 അല്ലെ 130 കോടി ജനങ്ങളിൽ നിന്നും ടാക്സ് കളക്ട് ചെയ്തിട്ട് ഒരു 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 പ്രത്യേക രാജ്യമുണ്ട്, ആ ഒരു പ്രത്യേക സംസ്ഥാനത്തുള്ള പ്രത്യേക ജനങ്ങൾക്ക് വേണ്ടിയിട്ട് മാത്രം ഈ ടാക്സ് ഒക്കെ ചിലവഴിക്കാം. അവരുടെ അടുത്ത് നിന്ന് ടാക്സ് കളക്ട് ചെയ്യുന്നില്ല. അപ്പൊ ഇത് കോൺസെൻട്രേറ്റഡ് ആണ്. വെറും ഒരു ചെറിയ വിഭാഗത്തിന് മാത്രം ഇതിന്റെ മെച്ചം കിട്ടുന്നു, ലാഭം കിട്ടുന്നു. എന്നാൽ ഇതിന്റെ നഷ്ടം ആ രാജ്യത്തുള്ള എല്ലാ ജനങ്ങളെയും ബാധിക്കുകയും ചെയ്യുന്നു. ചിലപ്പോൾ അത് ഡിസ്പേഴ്സ്ഡ് ആയിരിക്കും. ഡിസ്പേഴ്സ്ഡ് പറഞ്ഞാൽ ഒരുപാട് ആളുകൾക്ക് അത് ഇമ്പാക്ട് ചെയ്യുന്നതായിരിക്കും. അപ്പൊ ഇതൊക്കെയാണ് പോളിസി ഇഷ്യൂസ്. ഇപ്പൊ കോൺസ്റ്റിറ്റ്യൂന്റ് പോളിസി ഇഷ്യൂസ്, കോൺഫ്ലിക്ട് പോളിസി ഇഷ്യൂസ്, ബാർഗൈനിങ് പോളിസി ഇഷ്യൂസ്. ബാർഗൈനിങ് പോളിസി ഇഷ്യൂസ് എന്ന് വെച്ചാൽ കോസ്റ്റ് ബെനിഫിറ്റ് അനാലിസിസിന്റെ ഭാഗമായിട്ട് നമ്മൾ പോളിസികൾ ഉണ്ടാക്കുക. ഓക്കെ, സോ അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ ഈ ഒരു ചാപ്റ്ററിൽ യൂണിറ്റ് 1 നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള കാര്യങ്ങൾ. നമ്മൾ ജസ്റ്റ് മുമ്പ് വന്ന രണ്ട് ക്വസ്റ്റ്യൻസ് ഡിസംബർ 2023 ടേം ആൻഡ് എക്സാമിന് വന്നതാണ്. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് പബ്ലിക് പോളിസി ചോദിച്ചിട്ട് 20 മാർക്കിനാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ഡിസ്ട്രിബ്യൂട്ടീവ്, റീഡിസ്ട്രിബ്യൂട്ടീവ്, റെഗുലേറ്ററി ഇത് മൂന്നും പറയാം. അത് കഴിഞ്ഞിട്ട് കോൺസ്റ്റിറ്റ്യൂന്റ് പോളിസി ഇഷ്യൂസ്, പിന്നെ കോൺഫ്ലിക്ട് പോളിസി ഇഷ്യൂസ്, ബാർഗൈനിങ് പോളിസി ഇഷ്യൂസ്, ഈ മൂന്നും പറയാം. എന്നിട്ട് അത് ഡീറ്റെയിൽ ആയിട്ട് നമ്മളിപ്പോ പറഞ്ഞു കഴിഞ്ഞു, അത് ഡീറ്റെയിൽ ആയിട്ട് എന്താ ചെയ്യുക, ഡിസ്കസ് ചെയ്യാം. ദെൻ മറ്റൊരു 2023 ജൂൺ ടേം ആൻഡ് എക്സാമിന് വന്നൊരു ക്വസ്റ്റ്യൻ ആണ്. റൈറ്റ് ഷോർട്ട് നോട്ട്സ് ഓൺ ദ ഫോളോയിങ് ഇൻ അബൌട്ട് 200 വേർഡ്സ് ഈച്ച്. നേച്ചർ ഓഫ് പബ്ലിക് പോളിസി നമ്മൾ രണ്ടാമത് ഡിസ്കസ് ചെയ്ത ഭാഗം. അപ്പോ പബ്ലിക് പോളിസി ഏതെല്ലാം രീതിയിൽ വരാം, അത് നാരോ ആകാം, അത് ബ്രോഡ് ആകാം, ഓക്കെ, അത് കോഹസീവ് ആണ്, അത് പോസിറ്റീവ് ആവും, നെഗറ്റീവ് ആവും, ഫോർമൽ ആവാം, ഇൻഫോർമൽ ആവാം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തില്ലേ. അതൊക്കെയാണ് ആ ഒരു ക്വസ്റ്റ്യന് ആൻസർ ആയിട്ട് എഴുതേണ്ടത്. അതുപോലെ തന്നെ ഇതിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്, വരാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, സയന്റിഫിക് ആൻഡ് തിയററ്റിക്കൽ ഇമ്പോർട്ടൻസ് ഓഫ് സ്റ്റഡിയിങ് പബ്ലിക് പോളിസി എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഇത്രയും സംഗതികളാണ് നമുക്ക് ഈ ഒരു യൂണിറ്റിലൂടെ ഡിസ്കസ് ചെയ്യാനുള്ളത്. എല്ലാ കോൺസെപ്റ്റും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് എന്ന് കരുതാണ്, പ്രതീക്ഷിക്കുകയാണ്. സിമ്പിൾ ആണ്, അതായത് നമ്മൾ വളരെ സിമ്പിൾ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ തിയററ്റിക്കലി നമ്മൾ പറഞ്ഞു എന്ന് മാത്രം. ഓക്കെ, എല്ലാവർക്കും ക്ലിയർ ആയിട്ടുണ്ടാകും എന്ന് മനസ്സിലാക്കാണ്. നമ്മുടെ ടെക്സ്റ്റ് ജസ്റ്റ് ഒന്ന് ഇരുത്തി വായിച്ചു നോക്കുക, അപ്പൊ നിങ്ങളുടെ ഡൗട്ടുകളൊക്കെ ക്ലിയർ ആയി പോകും. ഓക്കെ, സോ ദിസ് ഈസ് ഓൾ ഫോർ ടുഡേ. താങ്ക് യു.